warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wal aqibatu lil muttaqin wa la udwana illa lil zalimin. Wa nusalli wa nusallimu ala ashrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. A'udzu billahi minasy syaithanir rajim. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹധനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറയുന്ന ഈ ഘട്ടത്തിൽ മാനസികമായും ശാരീരികമായുമൊക്കെ വലിയ വിശുദ്ധി കൈവരിച്ചുകൊണ്ടാണ് കഴിവിൻ്റെ പരമാവധി നമ്മൾ റമളാനിനെ യാത്രയാക്കുവാൻ വേണ്ടി തയ്യാറാകുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ് നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി. സാമ്പത്തിക വിശുദ്ധിയുടെ രംഗത്ത് നമുക്കെന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകളടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടാകുമെന്ന് നാം തിരിച്ചറിയണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരു സുദീർഘമായി യാത്ര നടത്തുന്നൊരു മനുഷ്യൻ, അയാളുടെ മുടി ജട പിടിച്ചിട്ടുണ്ട്, ശരീരത്തിലാകെ പൊടിപടലങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അയാൾ യാ റബ്ബി യാ റബ്ബി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷെ അയാളുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം നൽകപ്പെടുക? കാരണം മത്അമഹു ഹറാം, അവൻ തിന്നുന്നത് ഹറാമാണ്. മൽബസുഹു ഹറാം, അവൻ ധരിച്ചിട്ടുള്ളത് ഹറാമാണ്. ഉസിയ ബിൽ ഹറാം, അവൻ ഹറാമിനാലാണ് ഊട്ടപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തൻ്റെ സമ്പാദ്യത്തിൽ എവിടെയെങ്കിലും ഹലാലല്ലാത്ത രൂപത്തിലുള്ള ധനം കടന്നു വന്നാൽ അത് നാം ഭക്ഷിക്കുന്നതോടുകൂടി, അത് നാം ധരിക്കുന്നതോടുകൂടി, അതുകൊണ്ട് നാം മറ്റുള്ള ആളുകളെ പോറ്റുന്നതോടുകൂടി നമുക്ക് ലഭിക്കാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. ഈ മനുഷ്യൻ്റെ പ്രത്യേകത, ഒന്ന്, ദീർഘയാത്ര നടത്തുക എന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ റസൂൽ എണ്ണിയ കാര്യമാണ്. രണ്ടാമത്തത്, എത്രയെത്ര ശരീരത്തിൽ പൊടി പിടിച്ചവരും ജട കുത്തിയവരുമായ ആളുകൾ, അവർ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞാൽ അതവർക്ക് നൽകുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ രണ്ട് വിശേഷണങ്ങൾ ഈ മനുഷ്യനിലുമുണ്ട്. ശരീരത്തിൽ പൊടിപടലങ്ങളുണ്ട്, യാത്രയുടെ ദൈർഘ്യം കാരണത്താൽ മുടി ജട കുത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നവൻ്റെ കൈകളെ ഉത്തരം നൽകാതെ അതിനെ അള്ളാഹു തിരിച്ച് പറഞ്ഞേക്കുക എന്നത് അള്ളാഹു ലജ്ജിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൈകൾ ഉയർത്തപ്പെട്ടവൻ്റെ ആ കൈകളിലെ അള്ളാഹു തടയുകയാണ്. പിന്നെ യാ റബ്ബി യാ റബ്ബി എന്ന പദപ്രയോഗം അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് കൊണ്ടുള്ള തവസ്സുലാണ്. റുബൂബിയത്ത് കൊണ്ട് തവസ്സുല് നടത്തി കഴിഞ്ഞാൽ ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാമിന് ആദ്യം പഠിപ്പിച്ചു കൊടുത്ത തൗബയുടെ പ്രാർത്ഥനയിൽ റബ്ബന വലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലന എന്ന് പറഞ്ഞ് റബ്ബന എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ റുബൂബിയത്ത് കൊണ്ട് തവസ്സുലാക്കുക എന്നത് ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ എളുപ്പമാകുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം സംഗമിച്ചിട്ട് പോലും ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം നൽകുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം കിട്ടുവാനുള്ള കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ സംഗമിച്ചാൽ പോലും
പ്രാർത്ഥന തടയപ്പെടുന്ന വലിയ ഗൗരവകരമായ വിഷയമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്ത് ഉള്ള വിശുദ്ധി ശ്രദ്ധിക്കാതെ പോവുക എന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ വിഷയത്തിൽ. ഒന്ന്, നമ്മിലേക്ക് സമ്പത്ത് വന്ന് കൂടാറുള്ളത് ഒന്ന് അനന്തരമായി കൊണ്ടാണ്. രണ്ടാമത്തത് കച്ചവടത്തിലൂടെയുമാണ് നമുക്ക് സ്വത്ത് ലഭിക്കാറുള്ളത്. ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലപ്പോഴും അതിന് വലിയ ഗൗരവം കൊടുക്കാതെ വെച്ചു നീട്ടുന്ന പല ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിൽ നിന്ന് ആ സ്വത്ത് പിന്നീട് അനന്തരം കൊടുക്കുന്നതിന് മുമ്പ് അവിടെ 4 ബാധ്യതകളുണ്ട്. ആ 4 ബാധ്യതകളും ഉടനെ കഴിക്കേണ്ടതാണ്. ആ ഉടനെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫുഖഹാക്കളൊക്കെ പറഞ്ഞത് അയാളെ മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തീരുമാനാക്കേണ്ട വിഷയങ്ങളാണെന്നാണ്. 4 കാര്യങ്ങൾ. അതിലൊന്നാമത്തത് തജ്ഹീസുൽ മയ്യത്തുമായി ബന്ധപ്പെട്ട് മയ്യത്ത് പരിപാലനത്തിന് വരുന്ന ചെലവുകൾ. അത് അയാളുടെ സ്വത്ത് തന്നെയാണ് എടുക്കേണ്ടത്. ഇനി മക്കളോ ബന്ധുക്കളോ കൊടുത്തു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് അയാൾ വിട്ടേച്ചു പോയ സ്വത്തിൽ നിന്ന് തന്നെയാണ് അയാളുടെ തജ്ഹീസുൽ മയ്യത്തിന് വേണ്ടി, മയ്യത്തിൻ്റെ സംസ്കരണത്തിന് വേണ്ടി വരുന്ന ചെലവുകൾ. അഥവാ ബിദഈയായ നിലക്കുള്ള ചെലവുകളല്ല, സുന്നത്തായിട്ടുള്ള നിലക്കുള്ള ചെലവുകൾ. മയ്യത്ത് കുളിപ്പിക്കാൻ ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കഫൻ പുടവക്ക് പൈസ വേണ്ടി വരും. ഖബർ കുത്തുനാക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഖബറിന് പൈസ കൊടുക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ടുള്ള അത്തരം കാര്യങ്ങൾക്കൊക്കെ പൈസ ചെലവുണ്ടാവും. അതൊന്നും ആരും ഏറ്റെടുക്കേണ്ട വിഷയമല്ല. അയാളുടെ സ്വത്തിൽ നിന്ന് തന്നെയാണത് കൊടുക്കേണ്ടത്. രണ്ടാമത്തത്, അദ്ദേഹത്തിന് കടമുണ്ട് എങ്കിൽ ആ കടം ഉടനെ വീട്ടണം. അദ്ദേഹത്തെ മറവ് ചെയ്യേണ്ടതിന് മുമ്പ് വീട്ടണം എന്നാണ്. കടമുണ്ട് എങ്കിൽ. അപ്പോൾ കടം 2 രൂപത്തിലുള്ള കടം ഉണ്ടാവും. ഒന്ന് അള്ളാഹുമായിട്ടുള്ള കടമുണ്ട്, രണ്ടാമത്തത് പടപ്പുകളുമായിട്ടുള്ള കടമുണ്ട്. അതിൽ പടപ്പുകളുമായി ബന്ധപ്പെട്ട കടത്തെയാണ് ആദ്യം വീട്ടാൻ തയ്യാറാകേണ്ടത് എന്നാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ കാര്യങ്ങൾ പൊരുത്തപ്പെട്ട് തരാൻ തയ്യാറാകും. പടപ്പുകൾ ചിലപ്പോൾ അത് ആയിക്കൊള്ളണം നിർബന്ധമല്ല. അപ്പം അതുകൊണ്ട് തന്നെ പടപ്പുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ട് എങ്കിൽ അയാൾ വിട്ടേച്ചു പോയ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും അത് വീട്ടണം എന്നാണ്. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളത് ഏതായിരുന്നാലും കൊടുക്കാനുള്ളതാണ്, പിന്നെ അങ്ങനെ കുറച്ചുകൊണ്ട് കൊടുക്കാം, ഏറ്റെടുക്കാറുണ്ട് പല ആളുകളും. മയ്യത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ പറയുന്നത് ആർക്കെങ്കിലും വല്ലതും തരാനുണ്ടെങ്കിൽ അത് മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്, സഹോദരന്മാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അത് എന്നാണോ കൊടുത്തു വീട്ടുന്നത് അതുവരെ ആ മയ്യത്ത് ആ കടത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് ബർസഖിൽ കഴിച്ചിലാവില്ല എന്നുള്ളതാണ്. ആൾ കഴിച്ചിലാവില്ല. ഇപ്പോൾ ഗ്രീൻ ചാനലാണ് സ്വർഗത്തേക്ക് പോകാനുള്ള ഒരാൾ രക്തസാക്ഷിയാകുക എന്നുള്ളത്. രക്തസാക്ഷികളെപ്പോലും സ്വർഗത്തിൻ്റെ വാതിൽക്കൽ തടഞ്ഞു വെക്കുന്ന കാര്യമാണ് കടം എന്നുള്ളത്. കടം തുണ്ടെങ്കിൽ ആ വീടിയിട്ട് എന്താ ഉള്ളൂ, സ്വർഗത്തിൽ കടക്കുള്ളൂ. അതുവരെ അയാൾക്കുള്ള സ്വർഗത്തിൽ നിന്നുള്ള ആസ്വാദനങ്ങൾ പോലും തടയപ്പെടുമെന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അയാൾ വിട്ടേച്ചു പോയ സ്വത്താണ്, അത് കടം വീട്ടാൻ വേണ്ടി വിൽക്കണീന് എന്താ പ്രശ്നം, എന്താ ഉള്ളത്? നമ്മളുടെ ആരുതല്ലല്ലോ, നമ്മളുടെ ആരുതല്ല, അത് അയാൾ തന്നെയാണ്. അതും കഴിഞ്ഞിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിലേ നമുക്കുള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും അത് എത്തിൻകുട്ടികളാണ്, ഞെറ്റുകൾ ആ സ്വത്ത് വിറ്റിട്ട് അതല്ലെങ്കിൽ ആ വീട് വിറ്റിട്ട് ഞെറ്റുകൾ വഴിയാതാരാവൂലേ, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അള്ളാഹു ഓൽക്ക് അവിടെ റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്, അത് അതിനനുസരിച്ച് കിട്ടും, അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട. അതേ സമയത്ത് ഈ മരിച്ചുപോയ മനുഷ്യൻ്റെ കഥ ആലോചിച്ച് നോക്കുകയാണ്. ഇയാൾക്ക് വേണ്ടി ഇനി ആരാ എന്താ പണിയെടുക്കുക? അപ്പം അതുകൊണ്ട് തന്നെ അയാളുടെ ആ നിലക്കുള്ള കടങ്ങളൊക്കെ വീട്ടണം. മൂന്നാമത്തത്, അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഇനി അയാൾ സക്കാത്ത് കൊടുക്കാൻ സമയമായിരുന്നു, സക്കാത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സാമ്പത്തികമായി ഹജ്ജ് ചെയ്യുവാനും ശാരീരികമായി കൊണ്ട് ഹജ്ജ് ചെയ്യുവാനും ഒക്കെയുള്ള കുദറത്തുണ്ടായിരുന്നു, ഹജ്ജും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ സ്വത്തിൽ നിന്നും ഒരു ഓഹരി അതിനുവേണ്ടി മാറ്റിവെക്കണം എന്നാണ്. മാറ്റിവെച്ചിട്ട് പിന്നീട് ഹജ്ജ് ചെയ്ത അല്ലെങ്കിൽ ഉംറ ചെയ്ത ആളുകൾ എന്താക്കണം, അയാൾക്ക് വേണ്ടി ഹജ്ജും ഉംറയും ആ പൈസ കൊണ്ട് പോയി ചെയ്യണം. അത് അയാൾക്കുള്ള ബാധ്യതയാണ്. അത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബാധ്യത അതുകൊണ്ട് തീർക്കോ ഇല്ല എന്നുള്ളതല്ല ചർച്ച. ആ പൈസ നമുക്ക് ഹലാലാവൂല എന്നുള്ളതാണ്. കാരണം അത് അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടതായിരുന്നു, അത് ചെലവഴിച്ചിട്ടില്ല, അയാൾ സക്കാത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ അദ്ദേഹത്തിൻ്റെ സ്വത്തിലുള്ള സക്കാത്തൊക്കെ കൊടുത്തതിന് ശേഷമുള്ളതാണ് അനന്തരാവകാശം എന്നുള്ളവർക്ക് മടങ്ങി വരുള്ളൂ. ഇനി അതും കഴിഞ്ഞ് നാലാമത്തെ ആ സ്വത്തുമായി ബന്ധപ്പെട്ട് തീരുമാനമാക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെതായ വസിയത്തുകൾ വല്ലതുണ്ടെങ്കിൽ, വസിയത്ത് എന്ന് പറയുമ്പോൾ ബന്ധുക്കൾക്ക് അഥവാ അനന്തരമെടുക്കാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള വസിയത്തുകൾ, അനന്തരം എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വസിയത്തൊന്നും അത് നടപ്പിലാവില്ല. കാരണം ഇന്നല്ലാഹ
അഅതദി കുല്ലി ഹക്കിൻ ഹക്കഹു ലാ വസിയ്യത ലിവാരിസിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും അവർക്ക് നൽകേണ്ടതായ അവകാശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തരാവകാശികൾക്ക് വസിയ്യത്തില്ല എന്നാണ്. വസിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മരണശേഷം അയാളുടെ സ്വത്ത് ഇന്ന ആളുകളാണ് കൈകാര്യം ചെയ്യേണ്ടത്, അത് ഇന്ന ആളുകൾക്കാണ് എന്നത് എന്താക്കുക, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ രേഖപ്പെടുത്തി വെക്കുകയോ പറഞ്ഞു വെക്കുകയോ ഒക്കെ ചെയ്യണതിനാണ് വസിയ്യത്ത് എന്ന് പറയാം. അപ്പോൾ ഈ രൂപത്തിൽ ഉള്ള വസിയ്യത്തുകൾ ഉണ്ടെങ്കിൽ, അഥവാ അനന്തരാവകാശികൾക്കല്ലാത്ത വസിയ്യത്തുകൾ ഉണ്ട് എങ്കിൽ 1/3 വരെ, സ്വത്തിൻ്റെ 1/3 വരെ ആ വസിയ്യത്തിൽ നിന്ന് നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എത്രയാണോ അയാൾ വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്, ആ വസിയ്യത്ത് അത് അദ്ദേഹം മറിച്ച് അദ്ദേഹത്തിൻ്റെ മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കൊടുക്കേണ്ട ആളുകൾ അത് ഏൽപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ എന്താക്കുക, അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ തജ്ഹീസും അതൊക്കെ കഴിഞ്ഞ്, അതല്ലെങ്കിൽ ഖബറിൽ മറവാടലും മറ്റൊക്കെ കഴിഞ്ഞ് ആ ഒരു ആദ്യത്തെ 1-2-3 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഉടനെ എന്താക്കണം, സ്വത്ത് വീതിച്ചോളണം, സ്വത്ത് വീതം വെച്ചോളണം. അത് പലപ്പോഴും നമ്മളെ നാട്ടിൽ പറയാനുള്ള അയാൾ മരിക്കാൻ നിൽക്കുകയാണ്, അപ്പോഴത്തേന് മക്കളെല്ലാവരും കൂടി സ്വത്ത് വീതിച്ചെടുത്തു എന്നൊക്കെ പറയും. അത് ആളുകളുടെ വിവരദോഷമാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. നമ്മളെന്താക്കേണ്ട, കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്നും വിട പറയുന്നതോടുകൂടി ഞാനുമായി ബന്ധപ്പെട്ട ഈ ദുനിയാവിലെ എല്ലാ ബന്ധവും അവസാനിച്ചിട്ടുണ്ട്. 4 മാസം 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യനെ ഞാൻ വേറെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം. അതായത് നിക്കാഹ് വരെ എന്ന് പറഞ്ഞൊരു കരാറാണ്, ആ കരാറോടെ അവസാനിച്ചു. പിന്നെന്താ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഉള്ളത്? ഒരു തമാശ പറയലുണ്ട്. അതായത് ഇമാം ഷാഫി റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ ഒരാൾ തൻ്റെ എന്താണ് പറയുക, ഭാര്യ പിതാവുമായി കൊണ്ട് തെറ്റുകയും അങ്ങനെ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ഭാര്യനോട് പറഞ്ഞു, ഇന്നെങ്ങാനും എൻ്റെ വാപ്പാൻ്റെ വീട്ടിൽ കയറിയാൽ അതോടുകൂടി ത്വലാക്കാണ് പറഞ്ഞു. എൻ്റെ വാപ്പാൻ്റെ വീട്ടിൽ നീ കാലെടുത്ത് കുത്തി അന്നത്തോടു കൂടി നീ എന്താണ്, ഞാനും നീ തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നിട്ടുണ്ട്, നിന്നെ ത്വലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാപ്പ മരിച്ചു. ബാപ്പ മരിച്ചപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റൂലേ? കാരണം വീട്ടിൽ പോയാൽ ബാപ്പാൻ്റെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ അതോടുകൂടി ത്വലാക്കാവെന്ന് പറഞ്ഞതാണ്. സ്വാഭാവികമാണ്. അങ്ങനെ നിബന്ധന വെച്ച് ത്വലാക്ക് എല്ലി കഴിഞ്ഞാൽ ത്വലാക്ക് നടക്കും ചെയ്യും, ഒരു സംശയവുമില്ല. അതിന് ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അടുത്ത് ചെന്നു എന്നാണ്. ചെന്നപ്പോൾ പറഞ്ഞത്, ബാപ്പ മരിച്ചതോടുകൂടി ആ വീട് ബാപ്പാൻ്റെതല്ലാതെ ഇരിക്കണം, അതുകൊണ്ട് ഇനി ആ വീട്ടിൽ കയറുന്നതിന് പ്രശ്നമില്ല എന്നാണ്. അത് ആ ബാപ്പൻ്റെതല്ലാതെ ഇരിക്കണം, ആ ബാപ്പ മരിച്ചതോടുകൂടി അത് ബാപ്പയുടെ കയ്യിൽ നിന്ന് ആർക്കൊക്കെയാണോ അനന്തരമെടുക്കാനുള്ളത് അവരുടെ അവകാശമായി മാറിയതോടുകൂടി അത് പിതാവിൻ്റെ വീട് നിന്ന് അതിന് പറയാൻ പറ്റൂല. അത് അദ്ദേഹത്തിൻ്റെ റൂഹുള്ള കാലത്ത് അത് പറയാൻ പറ്റുള്ളൂ, റൂഹ് പിരിഞ്ഞാൽ അത് പോയി എന്നാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ അനന്തരാവകാശം ഇത് നമ്മൾ പിടിച്ചു വെക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവകാശികളല്ലാത്ത ആളുകളാണ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചിലപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുണ്ടാവും, ഒരു യത്തീമുകളാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ. ആ യത്തീമിൻ്റെ മുതൽ വരെ നമ്മൾ എന്താക്കുന്നുണ്ട്, നമ്മുടെ മുതലിനെ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും പറ്റൂല. കാരണം യത്തീമിൻ്റെ മുതൽ ഭക്ഷിക്കുക എന്ന് പറയുന്നത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നരകത്തിൽ നിന്നുള്ള തീക്കട്ടയാണ് അവൻ ഭക്ഷിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്തിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്ത് അവതരിപ്പിച്ചപ്പോൾ നബിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്, ഞങ്ങൾ വീട്ടിൽ 2 അടുപ്പ് കൂട്ടണം നബിയാന്നാണ് ചോദിച്ചത്. ഞങ്ങൾ 2 അടുപ്പ് കൂട്ടേണ്ടതുണ്ട്. കാരണം യത്തീമിൻ്റെ ഭക്ഷണം വേറെ ഉണ്ടാക്കുക, ഞങ്ങളത് വേറെ ഉണ്ടാക്കുക. കാരണം ഞങ്ങൾക്ക് ഉള്ളതിൽ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓൻ്റെ ഭക്ഷണം ഞങ്ങളതിൽ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളത് മുഖേന നരകത്തിലേക്ക് എത്തുമോ എന്ന് ചോദിച്ച സഹാബത്തിൻ്റെ പിൻഗാമികളാണ് നമ്മൾ. നമ്മളാണ് പലപ്പോഴും ആ വിഷയത്തിൽ ഗൗരവം കാണിക്കാതെ അവസാനവും മൊത്തത്തിൽ കച്ചവടം നടത്തലും അങ്ങോട്ടാക്കലും ഇങ്ങോട്ടാ നടത്തലും അവസാനം മൊത്തം പൊളിഞ്ഞ് ആ എത്തിൻകുട്ടിക്ക് വരെ ഒന്നും കിട്ടാതെ പോണ അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പലപ്പോഴും അവകാശികൾ അവകാശം ചോദിച്ച് ചെന്നാൽ പോലും അത് കൊടുക്കാത്ത അവസ്ഥ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, അത് വിറ്റിട്ട് വേണം എന്താക്കാൻ, അവർക്ക് അവരുടെ മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ. ഓല മുതലാണ്. അവനവൻ്റെ സ്വത്ത് കിട്ടാൻ വേണ്ടി ബാക്കിയുള്ളവരെ കയ്യും കാലും പിടിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആരാണോ അതിന് തടസ്സമായി നിൽക്കുന്നത് അവരൊന്നും പറിച്ചോൻ്റെ അടുത്ത് കഴിച്ചിലാവില്ല. കാരണം ദുൽമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ സ്വത്ത് അനർഹമായി ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാണ് അവരുണ്ടാകുക എന്നുള്ള കാര്യം നമ്മൾ എന്താക്കണം, തിരിച്ചറിയണം. അപ്പം ഇനി രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിലും ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതിൽ ഇത്ര ഭാഗം ഇന്നാൾക്കുള്ളതാണ്, ഇത്ര ഭാഗം ഇന്നാൾക്കുള്ളതാണ്, ഇത്ര ഭാഗം ഇന്നാൾക്കുള്ളതാണ് എന്ന് വേർതിരിക്കുകയും അതിൽ നിന്നും ഉണ്ടാകുന്ന വരുമാനങ്ങൾ ആ നിരക്ക് തന്നെ എന്താക്കണം, അത് ഡിവൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് ആരാണോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ലാലിമായി കൊണ്ട് മാറുന്ന
അവസ്ഥയുണ്ടാകും. അതിനിപ്പോൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, നോമ്പറ്റിട്ടും കാര്യം ഉണ്ടാവില്ല. യാ റബ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ തിന്നേണ്ടത് ഹറാമാണ്. ആ യാ റബ്ബിക്ക് അത് ഉത്തരം കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ ഓരോരുത്തരും കൃത്യമായി കൊണ്ട് തന്നെ വിലയിരുത്തേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ഭാഗമായിട്ട് വരേണ്ടത്. നമുക്ക് സ്വത്ത് കിട്ടുന്നതും ആ സ്വത്തിൽ വരുന്ന നമ്മളറിയാതെ നമ്മിലേക്ക് വരുന്ന അപകടവും അവിടെയാണുള്ളത്. ആൾ മരിച്ചുപോയിട്ട് കുറേ കാലമായിട്ടുണ്ടാവും, ഇപ്പോഴും കടന്നും വീട്ടിയിട്ടുണ്ടാവില്ല, മൂപ്പരെ സ്വത്തൊക്കെ എന്തായിട്ടുണ്ടാവും, മക്കളൊക്കെ അനന്തരടുത്ത് പോയി ഓലൊക്കെ വളരെ ഉഷാറായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ടാവും. കടക്കാരൻ ഇപ്പോഴും പ്രയാസപ്പെട്ട് ജീവിക്കുക കാരണം ഒരാളെ സഹായിച്ചു എന്നുള്ളതാണ് അയാൾ കുടുങ്ങാനുള്ള കാരണം. ഒരിക്കലും ഉണ്ടാകാൻ പറ്റില്ല. അവിടെയാണ് ആ കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് നമ്മളൊക്കെ പറഞ്ഞാൽ കച്ചവടക്കാരാണ്. ഒന്നല്ലെങ്കിൽ വേറെ നിലക്ക് പല കച്ചവടം നടത്തുന്ന ആളുകളും കച്ചവടവുമായി കൊണ്ട് ഇടപെടുന്ന ആളുകളും ഒക്കെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കച്ചവടവുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രം പഠിക്കാതെ കച്ചവടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ സമ്പാദ്യത്തിൽ കുറേ പ്രശ്നങ്ങൾ വരാനുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ ഒരാൾ കച്ചവടം തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യം ഉമർ ചോദിക്കൽ ഫിഖ്ഹു തിജാറ പഠിച്ചിക്കണമെന്നാണ്, കച്ചവടത്തിൻ്റെ കർമ്മശാസ്ത്രം അറിയുമെന്നാണ്. അറിയില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചു പോവാ, എന്നിട്ട് തസ്രീഹ തരാമെന്നാണ്. അതായത് ലോകത്ത് ആദ്യമായി കൊണ്ട് കച്ചവടക്കാർക്ക് ലൈസൻസ് ഉണ്ടാക്കിയ ആൾ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. കച്ചവടം നടത്തണമെന്നിൻ്റെ എന്ത് വേണം, ലൈസൻസ് വേണം. ഉമറിൻ്റെ ഖിലാഫത്തിൽ ആ ലൈസൻസ് വാങ്ങിയവനക്ക് മദീനത്ത് കച്ചവടം നടത്താൻ പറ്റുള്ളൂ. ഇനി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടത്തിൻ്റെ കർമ്മശാസ്ത്രം പഠിക്കാത്തവൻ കച്ചവടം നടത്തി കഴിഞ്ഞാൽ അത് കച്ചവടമല്ല, അത് പലിശയായി മാറുന്നതാണ്. കാരണം പലിശയും കച്ചവടവും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്. വഹറമ റിബ, അല്ലാഹു നമുക്ക് റിബയെ ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പലിശ കടന്നു വരുന്ന ഇടങ്ങൾ എവിടൊക്കെയാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം കച്ചവടത്തിലൂടെ. അല്ലാന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകേണ്ടത് നമ്മളറിയാതെ നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ നമ്മൾ വളരെ മാന്യമായ ബിസിനസ് നടത്തുന്ന ആളാണ്, അതിൻ്റെ സക്കാത്തൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ടാവും, കൃത്യം കൊല്ലം അത് വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളറിയാതെ ഇതിൽ മുഴുവൻ എന്ത് വന്ന് എടുക്കുകയാണ്, പലിശ വന്ന് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഹറാമ് വന്ന് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അവിടെയും നമ്മൾ കുടുങ്ങാൻ പോവാണ്. എല്ലാവരും എല്ലാ വിഷയവും പഠിക്കണം നിർബന്ധമില്ല, പക്ഷേ അവനവൻ ബന്ധപ്പെടുന്ന മേഖലയിലുള്ള എല്ലാ കർമ്മശാസ്ത്രവും അയാൾ പഠിക്കൽ നിർബന്ധമാണ്. ഇപ്പം നമ്മളൊരു ഹജ്ജിന് പോവുകയാണെങ്കിൽ, ഒരു ഉംറയ്ക്ക് പോവുകയാണെങ്കിൽ എത്ര ഹജ്ജ് ക്ലാസ് നമ്മൾ കേൾക്കാൻ പോകും? എവിടെ ഹജ്ജ് ക്ലാസ് വെച്ചാൽ അതിനൊക്കെ പോകും, മറ്റൊന്ന് കേട്ടാൽ പോരെ. പക്ഷെ എന്നാലും അടുത്ത് കാണുമ്പോൾ അവിടേക്കും പോകും. പിന്നെ എന്താ കാരണം, ഞാൻ അവിടെ കിട്ടാത്ത ഇവിടെ എന്തെങ്കിലും കിട്ടിയാലോ, മാത്രമല്ല ഒരു 4 വട്ടം കേട്ടാൽ കുറച്ചും കൂടി ആ വിഷയം കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അതായത് മുടക്കണ പൈസ എന്താകരുത്, നഷ്ടപ്പെടരുത്, ആ കൂലി മുഴുവനായിട്ട് കിട്ടണം എന്നുള്ളതാണ് സത്യത്തിൽ. എന്നാൽ നമ്മൾ സമ്പാദിക്കുന്ന പണം അത് നമുക്ക് നഷ്ടമാകരുത് എന്ന ചിന്തയോടുകൂടി നമ്മൾ സമ്പാദിക്കുന്നിടത്തുള്ള ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കലുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ നിലക്ക് വരുന്ന ഒരു ഇപ്പോൾ അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ കച്ചവടങ്ങളുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് കച്ചവടം മാത്രമേ അള്ളാൻ്റെ റസൂൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഹലാലാണ്. വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഹറാമാണെന്ന്, ബാക്കിയൊക്കെ ഹലാലാണ്. എന്നാൽ പലപ്പോഴും ആ കുറച്ചുമ്പലാണ് നമ്മൾ മുഴുവൻ എന്താക്കൽ തലവെക്കാറുള്ളത്. ഹലാലായിടത്തൊന്നും നമ്മൾ ഉണ്ടാവില്ല. കച്ചവടം എന്ന് പറയുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അനുവദിക്കപ്പെടുന്നത്. അഥവാ തആവനു അലൽ ബിർരി വത്തഖ്വ, പരസ്പരം സഹായിക്കുക. പരസ്പര സഹായമാണ് കച്ചവടത്തിൻ്റെ അടിസ്ഥാനം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പരസ്പര സഹായം എന്ന് പറഞ്ഞാൽ തഖ്വയിലായിരിക്കണം ആ സഹായം ഉണ്ടാകേണ്ടത്, ഗുണത്തിലായിരിക്കണം ആ സഹായം ഉണ്ടാകേണ്ടത്. ഒരിക്കലും വിദ്വേഷത്തിലോ പാപത്തിലോ തിന്മയിലോ ആയിക്കൊണ്ട് സഹകരിക്കരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ കച്ചവടങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ നാടുകളിൽ സ്ഥിരമായി നടക്കുന്ന കച്ചവടങ്ങളുടെ കൂട്ടത്തിൽ പെട്ടൊരു സംഭവമാണ്. ഇപ്പോൾ എവിടെ പീടി പോയാലും ഒരു 1000 ഉറുപ്പ്യക്ക് സാധനം വാങ്ങി അല്ലെങ്കിൽ 500 ഉറുപ്പ്യക്ക് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കിട്ടും. 1000 ഉറുപ്പ്യക്ക് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 500 ഉറുപ്പ്യക്ക് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കിട്ടും. കച്ചവടക്കാരന് ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതൊരു ഓഫറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചാളും കൂടി എന്താവും, കച്ചവടത്തിന് വരും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സാധനം
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ പണ്ഡിതന്മാർ ഖിമാർ എന്ന് പറഞ്ഞ കച്ചവടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഖിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തയം, മലയാളത്തിൽ പന്തയം എന്ന് പറയാം. കുറേ ആളുകൾ കൂടി ഒരു സാധനം കിട്ടാൻ വേണ്ടി പൈസ കൊടുക്കുക. ആർക്കെങ്കിലും ചില ആൾക്കാർക്ക് കിട്ടും, ബാക്കിയുള്ളവർക്ക് കിട്ടൂല. ഇങ്ങനെയുള്ള സ്വഭാവമുണ്ട് എങ്കിൽ അങ്ങനത്തെ എല്ലാം ഇസ്ലാം ഹറാമാക്കിയതാണ്. അതുകൊണ്ടാണ് ലോട്ടറി ഹറാമാകേണ്ടത്. എല്ലാവരും എന്താക്കുന്നു, സാധനം വാങ്ങാൻ ഓൽക്ക് ഇന്നത് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പൈസ കൊടുക്കും. അതിൽ ആർക്കെങ്കിലും കുറച്ച് ആൾക്കാർക്കേ കിട്ടുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടൂല. ഈ നിലയ്ക്ക് കുറേ ആളുകൾ പണമിറക്കുകയും കുറച്ചാളുകൾക്ക് മാത്രം സാധനം കിട്ടുകയും ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കച്ചവടം നമുക്ക് ഹറാമാണ്. കച്ചവടം ഹറാമാണ്. അപ്പോൾ ഈ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്ത ഉണ്ടായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 റുപ്യേൻ്റെ സാധനം നമുക്ക് കിട്ടിക്കണമല്ലോ, അതിൻ്റെ കൂടെയല്ലേ കൂപ്പണ് കിട്ടിയതെന്നാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ നമ്മൾ ആലോചിക്കാറുള്ളത്. അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ 1000 എന്ന് പറഞ്ഞ് നിബന്ധന വെച്ചതാണ് പ്രശ്നമായത്. അപ്പോൾ നമ്മളെന്താക്കും, ചിലപ്പോൾ 990 റുപ്യക്ക് സാധനം എടുത്തേക്കാണ്ട് കൗണ്ടറിൽ വരുമ്പോഴാണ് ക്യാഷ്യർ പറയുക, ഒരു 10 റുപ്യേൻ്റെ സാധനം കൂടി എടുത്താൽ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടുമെന്ന് പറയും. അപ്പോൾ നമ്മൾ ആ സാധനം എടുക്കേണ്ടത് ഒരിക്കലും 10 റുപ്യേൻ്റെ സാധനം ആവശ്യം ഉണ്ടായിട്ടല്ല, ആ കൂപ്പണിന് വേണ്ടിയാണ് എന്താക്കേണ്ടത്, ആ 10 രൂപ മുടക്കേണ്ടത്. അവിടെ മക്സദ് എന്തെന്നുള്ളതാണ്. നമുക്ക് ആ സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്താക്കുമായിരുന്നു, അത് നമ്മൾ വലിച്ചിട്ടേക്കാണ്ട് കൊടുന്നേക്കാണ്ട് ക്യാഷ് കൗണ്ടറിൻ്റെ മുമ്പിൽ കൊടുന്ന് ഇട്ട് കൊടുക്കുമായിരുന്നു, ബില്ലിംഗ് കൗണ്ടറിൻ്റെ മുമ്പിൽ. അപ്പം ബില്ല് പേ ചെയ്യുന്നിടത്തു നിന്നാണ് ആൾ പറഞ്ഞത് എന്ത്, ഒരു 5 റുപ്യേൻ്റെ സാധനം കൂടി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു കൂപ്പൺ കിട്ടും എന്ന് പറയുമ്പോൾ എന്താക്കും, എന്നാ വിട്ടേണ്ട വെച്ചാളെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ഈ ഒരു ആശയയാണ് എന്താക്കുന്നത്, ആ സാധനം, ആ മുമ്പിൽ കിട്ടാൻ പോണ കാറ്, അതല്ലെങ്കിൽ ആ കിട്ടാൻ പോകുന്ന ഫ്രിഡ്ജ്, ആ കിട്ടാൻ പോണ മറ്റെന്തെങ്കിലും വാഷിംഗ് മെഷീൻ, അതല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ, ഇത് മുമ്പിൽ കണ്ടിട്ടാണ് എന്താക്കേണ്ടത്, 5 റുപ്യ കൊടുക്കേണ്ടത്, ആ മുട്ടായിക്കല്ല. കാരണം എപ്പോഴും കച്ചവടത്തിൽ സിൽഅ മഖ്സൂദാകുക എന്നുള്ളത് കച്ചവടത്തിൻ്റെ ഒരു നിബന്ധനയിൽപ്പെട്ട കാര്യമാണ്. സിൽഅ മഖ്സൂദ്, വാങ്ങുന്ന വസ്തുവായിരിക്കണം ഉദ്ദേശം. വേറെന്തെങ്കിലും ഉദ്ദേശമാണെങ്കിൽ കോലം കച്ചവടമാണെങ്കിലും അത് ഇസ്ലാമിക ഭാഷയിൽ കച്ചവടമാവില്ല. അപ്പോൾ ഒരാൾക്ക് ഒരു മകളുണ്ട്, അയാളെ നേരിട്ട് പോയി മുട്ടിയാൽ എന്താവില്ല, ആ മകളെ കല്യാണം കഴിച്ച് കിട്ടൂല. എന്നാൽ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്, അത് അയാൾക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പം ഞാൻ എന്താക്കുന്നു, അയാളുടെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ വഴി എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഈ സാധനം വേണമെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയാം, ഇത് ഞാൻ കുറേ കാലമായി തേടി ഇറക്കുന്ന സാധനമാണ്, നിങ്ങൾ തന്നാളി എന്ന് പറയുമ്പോൾ ഞാൻ എന്താക്കുകയാണ്, മാർക്കറ്റ് വിലനെക്കാട്ടി കുറച്ച് കൊടുക്കുകയാണ്. എന്തിനാണ്, ഇയാളുമായിട്ട് എനിക്ക് എന്തുണ്ടാകണം, ഇനി ഒരു ഇസ്തിംതാ ഉണ്ടാകണം, എന്നാലും ഇനിയിപ്പോൾ ആ ഒരു പാലത്തുമ്മ കൂടെ അവിടെ കയറി പോകാൻ പറ്റുള്ളൂ. എൻ്റെ ഉദ്ദേശം അത് മാത്രമാണ്. ഈ സാധനം വിൽക്കലോ അയാൾക്കത് കിട്ടലോ അല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളത് വാങ്ങുന്നതോടുകൂടി അയാൾക്കത് ഹലാലാണ്. കാരണം അയാൾ ഇതൊന്നും അറിയണില്ല, അയാൾ മാന്യമായ നിലക്ക് തന്നെ ഡീൽ ചെയ്യാണ്, സാധനം വാങ്ങുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നടത്തിയ കച്ചവടം ഹറാമാണ്. എൻ്റെ ഉദ്ദേശം ഈ സാധനം വിൽക്കലോ ഇതിൻ്റെ ലാഭം കിട്ടലോ അല്ല, അതിൻ്റെ അങ്ങേപ്പുറത്തുള്ളൊരു സാധനമാണ് എൻ്റെ ഉദ്ദേശം. അവിടെയാണ് സിൽഅ ഗൈറു മഖ്സൂദ് എന്ന് പറയുന്നത്. അവിടെ കച്ചവടം നടത്തുന്ന ചരക്കോ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭമോ ഒന്നല്ല ഉദ്ദേശം, മറ്റു പലതുമാണ്. ഈ രൂപത്തിൽ മറ്റു പലതും മുമ്പിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഇടപാടുകൾ ഒന്നും ശരിയല്ല. കാരണം അതൊരർത്ഥത്തിലൊരു വഞ്ചനയാണ്, ഒരു ചതിയാണ്. അതൊരു ചതിയാണ്, അതിലേക്ക് ഒരു വഞ്ചനയാണ്. അങ്ങനത്തെ ഖററ ഒന്നും ഉണ്ടാകാൻ പാടില്ല, കച്ചവടത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ, എന്നാലോ ആ കടി കയറി ആര് തന്നെ എന്ത് സാധനം വാങ്ങാലും സമ്മാന കൂപ്പൺ കിട്ടും, നമുക്ക് പ്രശ്നമില്ല, വാങ്ങാം. അപ്പോൾ നമ്മളിഞ്ഞ് ചോദിക്കേണ്ട ഒരു ചോദ്യം കാരണം ഞാനിപ്പോൾ അതിനും വേണ്ടി മുറക്കിയിട്ടൊന്നുമില്ല, എനിക്ക് 1000 റുപ്യേൻ്റെ സാധനം ഞാൻ അല്ലാതെ തന്നെ വാങ്ങിക്കണ്, അപ്പം കൂപ്പൺ തന്നാലോ എന്നാണ്. അപ്പോൾ കൂപ്പൺ തന്നു ഞാൻ കൂപ്പൺ അടിച്ചെന്ന് വിചാരിക്കുക. നമ്മൾ സ്റ്റേജിൽ കയറി വാങ്ങുമ്പോൾ മൗലവി കിട്ടുമ്പോൾ ഒക്കെ ഹലാലാണ്, നമ്മക്കാവുമ്പോൾ മാത്രമേ എന്തുള്ളൂ അത് ഹറാമുള്ളൂ. ഓൽക്ക് കിട്ടുമ്പോൾ അതിനെ ഹലാലാക്കാനൊക്കെ വകുപ്പുണ്ടാകും, അത് ബാക്കിയുള്ളവർക്ക് കിട്ടുമ്പോൾ അത് ഹറാമാകുള്ളൂ എന്ന് പറഞ്ഞ് ഹറാമിനെ ഹലാലാക്കാനുള്ളൊരു വഴി അവിടെ എന്തുണ്ട്, അവിടെയാണ് വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് പറഞ്ഞത്. ഒരിക്കലും തന്നെ കുറ്റകൃത്യത്തിലായിക്കൊണ്ട് നിങ്ങൾ സഹകരിക്കരുത്. നമുക്ക് ചിലപ്പോൾ അത് വാങ്ങണതിന് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ വാങ്ങി എന്നത് പല ആളുകൾക്കും അത് വാങ്ങാൻ എന്താകും, വഴിയൊരുക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിബന്ധനകൾ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താവില്ല, പറ്റൂല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കണം. നമ്മളെന്തായിരുന്നാലും ആ കൂപ്പൺ കിട്ടാൻ വേണ്ടി പോയതല്ല, സാധനം വാങ്ങാൻ പോയതല്ലേ, സാധനം വാങ്ങുക തിരിച്ചു പോരുക അല്ല. എന്നിട്ടും കൂപ്പൺ വാങ്ങാൻ ഒരു ബേജാറുണ്ടെങ്കിൽ അപ്പം നമ്മളെ ഉദ്ദേശം നമ്മളവിടെ പോയത് എന്തിനാണ്,
ആ കൂപ്പൺ കിട്ടാൻ തന്നെയാണ്, കച്ചവടത്തിനല്ല പോയത്. അപ്പം നമ്മളെ പോക്കും പ്രശ്നമാണ് എന്ന്. ഇതാണ് ഒരു ഖിമാർ എന്ന് പറഞ്ഞ വിഷയത്തിൽ വരും. അപ്പം ഖിമാറിൻ്റെ രൂപം എപ്പോഴും ഇത് ശ്രദ്ധിച്ചാൽ മതി. എന്ത്? എല്ലാവരും അതിനു വേണ്ടി എന്താക്കുന്നു? പണം ഇറക്കുന്നു. എന്നാൽ എല്ലാവർക്കും കിട്ടൂല, ചില ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനത്തെയാണ് എന്ത് പറയാ? ഖിമാർ എന്ന് പറയാം. അത് നമുക്ക് എന്താവില്ല, പറ്റൂല. ഇതേപോലെ തന്നെ എന്താണ് കച്ചവടങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഇപ്പോൾ ഭയങ്കര ഇത് എന്താണ് പറയുക, ഈ വാശിയും വൈരാഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് നടക്കും അങ്ങനെ സംഭവം. നജിസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നജിസിൻ്റെ രൂപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ലേലം വിളിക്കല്ലോ, ആ ലേലം വിളിക്കണ അതേ രീതി തന്നെയാണ് നജിസിലുള്ളത്. രീതി രണ്ടും ഒന്നാണ്. അത് ഇങ്ങനെ പറയും, ഇതൊക്കെ ഈ ഫോണ് 10,000 റുപ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ മറ്റോ പറയും 11,000, മറ്റോ പറഞ്ഞു 11,050, 12, 13 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവും. അപ്പം ആ വില കൂട്ടി പറയുന്നത് എനിക്ക് ആ സാധനം വേണമെന്നുള്ള നിലക്കണെങ്കിൽ ഹലാലാണ്, പ്രശ്നമില്ല. വില കൂട്ടി പറയുന്നത് മറ്റവൻക്ക് അത് കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അത് ഹറാമായി. എനിക്കത് വേണ്ടിയിട്ടല്ല, ഓനക്കത് കിട്ടാൻ പാടില്ല. അപ്പോൾ ഓൻ എത്ര പറഞ്ഞാലും ഇതിനെക്കാട്ടി 1 റുപ്യ ഞാൻ പറയും. അങ്ങനെ പറയണതിന് നജിസ് എന്ന് പറയും. അത് സാധാരണ ഇതിൽ ഈ ഭൂമി കച്ചവടം മറ്റൊക്കെ നടക്കുന്ന സമയത്ത് മറ്റവൻ കിട്ടാതെക്കാൻ വേണ്ടി എന്താക്കും? എത്ര പറഞ്ഞാലും ഇതിനെക്കാട്ടി 5,000 ഞാൻ ഏറെ തരും എന്ന് പറയും, അവിടെ പറഞ്ഞേക്കും. അപ്പോൾ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവനക്ക് കിട്ടുക എന്നുള്ളതല്ല, മറ്റവനക്ക് കിട്ടാതെക്കുക എന്നുള്ളതാണ്. അതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പടച്ചോൻ്റെ അടുത്ത് നമ്മൾ കഴിച്ചിലാവില്ല, അത് നമുക്ക് ഹറാമാണ്, നജിസാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുതി എന്ന് പറഞ്ഞ രീതികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. കാരണം കച്ചവടം സഹായകരിക്കലാണ്, സഹായിക്കലാണ്. ഇതെന്താണ്? അയാളെ പ്രശ്നം മുടക്കുകയാണ് എന്നുള്ളതാണ്. ഇത് നമ്മളിതുപോലെ തന്നെ എന്താക്കണം, മനസ്സിലാക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ ഷുഫ എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്. ഷുഫ ഇസ്ലാമിൽ അനുവദിച്ചതാണ്. അത് ഷുഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി അനന്തര സ്വത്തായിട്ട് കിട്ടിയതേക്കാരം ഇന്നോൻ്റെത് എവിടെ മറ്റോൻ്റെത് എവിടെയെന്ന് എന്താക്കിയിട്ടുണ്ടാവില്ല, വീതിച്ചിട്ടുണ്ടാവില്ല. വിഹിതം വെച്ച് ഓഹരി വെച്ചിട്ട് ഇന്ന ഭാഗമാണ് ഇന്നാളത്, ഇന്ന ഭാഗമാണ് ഇന്നാളതെന്നൊന്നും എന്തായിട്ടുണ്ടാവില്ല, പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ എല്ലാവർക്കും കൂടി ഉള്ളതാണിത്. ഇതിൽ ഓരോരുത്തർക്കും ഇത്ര ഓഹരി ഉണ്ട് എന്ന് പറഞ്ഞ് ആ നിലക്ക് എന്താക്കുന്നുണ്ടാവും, അതിൽ നിന്ന് വരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് തൻ്റെ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അപ്പം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീക്കുകളാണ്, പാർട്ട്ണർമാരാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് പാർട്ട്ണർഷിപ്പിലേക്കാണ് മടങ്ങുക. കാരണം ആ ഭൂമിയിൽ എല്ലാവർക്കും എന്തുണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ആ പാർട്ട്ണർമാരോട് പറയാതെ ആ സാധനം പുറത്തേക്ക് വിൽക്കാൻ പറ്റൂല. ആ പാർട്ട്ണർമാരോട് പറയാതെ ആ സാധനം എന്താൻ പാടില്ല, പുറത്തേക്ക് വിൽക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിൻ്റെ നിയമമാണ്. ഏറ്റവും ചുരുങ്ങിയത് എന്താക്കണം, അത് അവരോട് ചോദിക്കണം. കാരണം 2 വഴിയോ 2 ഭാഗമോ അല്ലെങ്കിൽ മതിൽക്കെട്ടുകളോ ഒന്നുമാക്കി തിരിക്കാത്ത മൊത്തത്തിലുള്ള സ്ഥലമാണ് എങ്കിൽ അത് വിൽക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മുതലല്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. ഓനാർ എന്നോട് ചോദിച്ചാൽ എന്നൊന്നും എന്താക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതങ്ങനെ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം, എൻ്റെ ഇഷ്ടപ്പെട്ടതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അൽ മാലു മാലുള്ള ഇസ്ലാമിക ഫൈനാൻസിങ് പഠിപ്പിക്കുമ്പോൾ ഒന്നാമതായി പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വം അതാണ്. മാൽ അള്ളാൻ്റെതാണ്, നമ്മളുടെ ആരുതല്ല. തൽക്കാലത്തിന് നമ്മളെ കുറച്ചു കാലത്തിന് എന്താക്കുന്നു, അതിൻ്റെ ഒരു എന്താ പറയുക, കാര്യസ്ഥന്മാരാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ആരാണോ ആ മാലിൻ്റെ ഉടമ, ആ ഉടമ പറഞ്ഞതുപോലെ അത് ക്രയവിക്രയം ചെയ്യാനേ പറ്റുള്ളൂ. സ്വതന്ത്രമായ ക്രയവിക്രയം നമുക്കതിൽ അനുവദിച്ചിട്ടില്ല. ഇതും പലപ്പോഴും എന്താക്കാറുണ്ട്, നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കേണ്ടതാണ്. കാരണം എന്താ, ജ്യേഷ്ഠനഞ്ജന്മാർ തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും, മൊത്തത്തിൽ ഓലത്തേക്കാരം എന്തുണ്ടാകുക, എന്നിട്ട് മറ്റ് പാർട്ട്ണർമാരറിയാതെ എന്താക്കും, ഈ പാർട്ണർഷിപ്പ് അതും ചിലപ്പോൾ ആർക്കോ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശത്രുവിന് തന്നെ കൊണ്ടുപോയി കൊടുക്കും. ഓനെ നന്നാണ്ട് എനിക്കൊന്ന് കാണണം എന്നാണ് ഉദ്ദേശം. ജീവിതകാലം മുഴുവൻ ഒരു സുഖം പൊറുതിയും കിട്ടരുത് എന്നുള്ള നിലക്ക് എന്താക്കും, ആ ഭൂമി വേറൊരു മറ്റവൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു കാലത്ത് ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ആൾക്കാർ കൊണ്ടുപോയി വിൽക്കും. ഇങ്ങനത്തെ സംവിധാനം ഒന്നും ഉണ്ടാവില്ല, പറ്റില്ല. അത് ശുഫായിയുമായി ബന്ധപ്പെട്ട മസ്അലയിലാണ് അങ്ങനത്തെ കാര്യങ്ങൾ വരാറുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വസ്തുക്കൾ നമ്മൾ പ്രദർശനം നടത്തിക്കൊണ്ട് എന്താക്കും, പ്രദർശിപ്പിച്ചുകൊണ്ട് എന്താക്കും, വിൽപ്പന നടത്തലുണ്ട്. പ്രധാനത്തിന് ഇപ്പോൾ റമദാനാണ്, ബത്തക്കൊക്കെ എന്താക്കും, അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ വെട്ടിച്ചിട്ടുണ്ടാവും. ആ വെട്ടി വെച്ചത് കണ്ടിട്ട് വലിയ വത്തക്ക കൊണ്ടുപോയി, വെട്ടാത്ത വത്തക്ക കൊണ്ടുപോകണതിൻ്റെ ഉദ്ദേശം എന്തേ കാരം, ഈ വെട്ടിമേൽ കാണുന്ന അതേമാതിരി തന്നെ കാരം മറ്റേൻ്റെയും ഉള്ളി എന്നതാണ്. പെരയിൽ പോയി വെട്ടി നോക്കി, അപ്പം അതിൻ്റെ ഉള്ളിലാണെങ്കിൽ മുഴുവൻ വെള്ള കളറാണ്. എന്നാൽ തിരിച്ചുകൊണ്ടുപോയി കൊടുത്ത് അതേപോലെ വാങ്ങിക്കൊള്ളണം എന്ന നിയമം.
അല്ലെങ്കിൽ പിന്നെ എന്താക്കാൻ പാടില്ല, അവിടെ വെട്ടിയേക്കാൻ പാടില്ല മറ്റേത്. അപ്പോൾ ഡിസ്പ്ലേക്ക് ഒന്ന് വെക്കുക, കൊടുക്കേണ്ടത് വേറെ ഒന്നാകുക, അത് പറ്റൂല, അത് ഹറാമാണ്. അല്ലെങ്കിൽ പറയുന്നത് ഈ വെട്ടി നിങ്ങൾ കൊണ്ടുപോയിക്കോളി, ഇത് ചോപ്പുണ്ട് നമുക്ക് ഉറപ്പറിയാൻ പറ്റും, മറ്റത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചോപ്പുണ്ടോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റൂല, നിങ്ങൾ വെട്ടിക്കാണ്ട് എടുത്തോളി പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ എന്താക്കണം, കൊടുക്കണം. കാരണം അത് ഐബ്, ഒരു വസ്തുവിൽ ഒരു ഐബ് ഉണ്ടെങ്കിൽ കച്ചവടം നടത്തുമ്പോൾ ഐബ് എന്താണെന്നുള്ളത് പറയുന്നേ വേണം. ഇത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വില കുറച്ചൊന്നൊന്നല്ല, ഇതിലിങ്ങനെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, എൻ്റെ കുടുക്ക് കണ്ടില്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആ കുപ്പായത്തിന്, അതുകൊണ്ടാണ് എന്താക്കിയത്, അത് ഡെഡ് സ്റ്റോക്കൊക്കെ പോയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കുക 250 റുപ്യ കൊണ്ടുപോയിക്കോളി, അത് നല്ലതാണെങ്കിൽ 2500 കിട്ടും. മറ്റേത് നിങ്ങളായതുകൊണ്ട് ആചാര്യ നമ്മളെന്താക്കിയത് 500 റുപ്യക്ക് നിങ്ങൾക്ക് തന്നതാണ്, 2500 പറഞ്ഞെന്താക്കണ്ട, ആചാര്യ വലുതാക്കേണ്ട ആവശ്യമില്ല. ഉള്ളതുമാതിരി പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ബർക്കത്ത് ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു, ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക. അതിലെന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ എന്താക്കുക, ഇത് ഇനി പ്രശ്നമുണ്ട്, അതുകൊണ്ട് എന്തായതാണ് ഇത് വിൽക്കാതെ കിടന്നതാണ്, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളി, നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങളിത് വാങ്ങേണ്ടത്. അപ്പോൾ ഇതാക്കണം, ഇതിനിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം നിങ്ങൾ അറിഞ്ഞിട്ടെടുക്കണേ, ഈ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളിലൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുന്നതാണ്. മറ്റേ പറ്റിക്കണ അർത്ഥത്തിൽ ആ സാധുവിന് ഇതിനെക്കുറിച്ചൊരു ABCD അറിയില്ല, എന്നിട്ട് എന്താക്കുന്നു, ഇതിലാണ് ഈ കോപ്പി ചെയ്ത എന്താ പറയുക എംബ്ലങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ വിൽക്കലൊക്കെ വരിക. അല്ല വലിയ 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 കമ്പനികളുടെ എംബ്ലങ്ങൾ എന്താക്കും, ലോക്കൽ സാധനത്തിൽ വെക്കും. ഇത് വാങ്ങണവനെ സംബന്ധിച്ചിടത്തോളം ഇത് ലോക്കലാണോന്നും അറിയില്ല, ഒറിജിനലാണോന്ന് അറിയില്ല. എന്നിട്ട് ഒറിജിനലിൻ്റെ കായിന് ഒരു 10 റുപ്യ കുറച്ചാണ് എന്താക്കും, കൊടുക്കും. ഈ ഏർപ്പാടെന്തില്ല, അതൊരിക്കലും പാടില്ലാത്തതാണ്. നമ്മളെന്താ വിചാരിച്ചിട്ടുണ്ടത്, ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ഹലാലായ രൂപത്തിൽ ഞാൻ എത്ര വർത്താനം പറഞ്ഞ് അധ്വാനിച്ചിട്ടാണ് 10 റുപ്യ ഉണ്ടായതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ 10 റുപ്യ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് മുഴുവൻ പൊള്ളയിന്ന് മാത്രം, അത് പ്രശ്നമാണ്. അപ്പോൾ ആ നിലക്കുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് വരുമാനം വരേണ്ടതെങ്കിൽ ആ വരുമാനം തൽക്കാലം നമ്മളെ ഇടങ്ങാറാക്കേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവില്ല, ഒരു ഉപകാരവും ആ നിലക്കുണ്ടാവില്ല. ഇതുപോലെ തന്നെയാണ് അൽ ബൈഉ മാ ലൈസ ഇൻദക്, നമ്മളേക്ക് ഇല്ലാത്ത സാധനം വിൽക്കുക, ഇല്ലാത്ത സാധനം വിൽക്കുക. അതിപ്പോൾ ഈ പെണ്ണുങ്ങളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാവും, പർദ, മഫ്ത, നിക്കാബ്, പ്രത്യേകിച്ചും സലഫി പെണ്ണുങ്ങളാണ് അതിൻ്റെ മുമ്പിലുള്ളത്. ഒക്കെ പർദ കച്ചവടക്കാരത്തികളാണ്. ഒരു പർദ്ദൻ്റെ ഫോട്ടോ ഇട്ടെടുത്ത് കണ്ടിട്ട് പറയുന്നത് 1500 റുപ്യ ഇട്ടാന്ന് പറയും. നമ്മളെ കയ്യിലൊരു സാധനം എത്തേണ്ടതിന് മുമ്പ് നമുക്കത് വിൽക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ഒരു സാധനം എത്തുന്നതിന് മുമ്പ്, നമ്മുടേതാകുന്നതിന് മുമ്പ് എന്താക്കാൻ പറ്റൂല, നമുക്കത് വിൽക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ കമ്മീഷൻ ഏജൻ്റ് ആകാം. കമ്മീഷൻ ഏജൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ പൈസ നമുക്കല്ല അയച്ചു തരേണ്ടത്, ആർക്കാ അയച്ചു കൊടുക്കേണ്ടത്, അത് അതിൻ്റെ മുതലാളി ആരാ അയാൾക്കാണ് നേരിട്ട് അയച്ചു കൊടുത്തിട്ട് പിന്നീട് എന്താക്കണം, അയാളൊക്കെ എന്താണ് കമ്മീഷൻ വാങ്ങേണ്ടത്. ഇവിടെ പല ആൾക്കാരും എന്താണ്, അപ്പോൾ നല്ല ബിസിനസ്സാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് തുടങ്ങൽ, മുതൽ മുടക്കൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പർദ്ദ കമ്പനിക്കാരായിട്ട് ടൈപ്പാവും, അവിടെ നിന്ന് 4 പർദ്ദൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കും, ഇത് എന്നിട്ട് എന്താക്കും, എല്ലാ ഗ്രൂപ്പും എന്താക്കി ഇത് വിടുക, എത്ര റുപ്യക്ക് അവിടെ പറ്റും, പ്രശ്നമൊന്നുമില്ല. അവരെന്താക്കണം, പണം കൊടുത്ത സാധനം വാങ്ങണം, എന്നിട്ട് വാങ്ങിയിട്ട് അവർക്ക് വേണമെങ്കിൽ എത്ര വിലക്ക് വേണമെങ്കിലും അത് വിൽക്കുക, ഒരു പ്രശ്നമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീലിങ്സ് നേരെ നടത്തേണ്ടത് ഉടമയുമായിക്കൊണ്ട് തന്നെയാണ് നടത്തേണ്ടത്. ഇത് നേരെ എന്താക്കുകയാണ്, ഇതിൻ്റെ പൈസ 1500 ആയിരിക്കും അതിൻ്റെ വില, 1600 2000 ഒക്കെ ഇവർക്ക് വാങ്ങാം. ഈ 2000 വില അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്താക്കും, എന്നിട്ട് ഈ 1500 മറ്റവനക്ക് അയച്ചു കൊടുത്തതിൻ്റെ ശേഷമാണ് അവിടുന്ന് സാധനം ഡിസ്പാച്ച് ചെയ്യുള്ളൂ. അതും കഴിഞ്ഞ് ഈ സാധനം വിചാരിച്ച സാധനം അല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാമിക നിയമം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ തിരിച്ചു കൊടുത്താലോ തിരിച്ചു വാങ്ങണം എന്നാണ്. ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ അത് രണ്ടാമത് തിരിച്ചിട്ടില്ല, ഭയങ്കര പണിയാണ്. കാരണം അതായത് സിഫത്ത് പറഞ്ഞുകൊണ്ട്, ഇത് സലമ് എന്ന് പറഞ്ഞ കച്ചവടത്തിൻ്റെ ഉള്ളിലാണ് പെടുക. ഈ സലമ് എന്ന് പറഞ്ഞ കച്ചവടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഡേറ്റിന് ഇന്ന സാധനം എത്തിച്ചു തരും എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ട് എന്താക്കുക, പൈസ കൊടുക്കുക, അത് പറ്റും, പ്രശ്നമില്ല. ഇനി ആ കിട്ടിയ സാധനം ഈ പറഞ്ഞ നിബന്ധനകളൊന്നും ഒക്കാത്ത സാധനം ഇനി എന്തായിക്കോളണം എന്നാണ്, മറ്റൊന്ന് തിരിച്ചെടുത്തോളാം, ആ പൈസ അതേമാതിരി പരിപൂർണ്ണമായി തിരിച്ചു കൊടുക്കണം എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ്സിലൊക്കെ അത് ഏതാണ്ട് നടക്കുന്നുണ്ട്. ഈ മറ്റേ എന്താ പറയുക, മറ്റേ പല ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓലെ ഒന്ന് തിരിച്ചു കൊണ്ടേക്കോളൂ, ആ പൈസ എന്താവും ചെയ്യും. അതേമാതിരി ഇവിടെ ആ സിസ്റ്റമാണ് എന്ത്, ഇസ്ലാമിൻ്റെ സിസ്റ്റം അതാണ്. വിറ്റ സാധനം തിരിച്ചെടുക്കുന്നതല്ലാന്ന് ബില്ലിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആ കച്ചവടം ഹറാമായി.
പറ്റില്ല. വിറ്റകണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ്. ഈ കട ഇപ്പോൾ നോക്കിയിനി എല്ലാ ടെക്സ്റ്റൈൽസിനും, ഇപ്പം എല്ലാ ടെക്സ്റ്റൈൽസിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റൊന്നിനും ജനലുണ്ടാവില്ല. അള്ളാൻ്റെ വെളിച്ചം എന്താണെന്നുള്ള അതിൻ്റെ ഉള്ളിൽ കിടക്കൂല. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇങ്ങനെ ഇട്ടച്ചേക്കാണ്ട് എന്താണ് അവിടെ ചെന്നക്കാണ്ട് പോയി നോക്കുമ്പോൾ ഉള്ളിൽ നോക്കുമ്പോൾ കാണുന്നൊരു നിറാണ്. അത് പടച്ചോൻ്റെ വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ എന്തായാലും പടച്ചോൻ ഇതിൻ്റെ നിറം മാറിയിക്കണല്ല എന്ന് മനസ്സിലാകുക. ഈ മാളുകളെയും ടെക്സ്റ്റൈൽസുകളുടെ ഒക്കെ പ്രത്യേകത സാധാരണ പറഞ്ഞില്ല, അതിൻ്റെ ഉള്ളിൽ ക്ലോക്ക് ഉണ്ടാവില്ല. നോക്കിയിനി അതിൻ്റെ ഉള്ളിൽ ക്ലോക്കും ഉണ്ടാവില്ല, അതിന് ജനാലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിക്കട് കയറി കഴിഞ്ഞാൽ എപ്പോഴാണ് കണ്ട് ഇറങ്ങാന്നുള്ളത് ഇറങ്ങുമ്പോൾ വാച്ചിക്ക് നോക്കുമ്പോൾ അല്ല എത്ര നേരം പോയാന്നറിയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള വർണ്ണപ്പകിട്ടാകുന്ന രൂപത്തിലുള്ള വെളിച്ചം വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമർ അല്ലെങ്കിൽ ക്ലൈൻറ്റ് ഉള്ളിൽ വന്ന് സാധനം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഭയങ്കര ഇഷ്ടമായി തോന്നി. ആ ഇഷ്ടമായി തോന്നിയ നിറത്തെയാണ് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. പക്ഷേ പുറത്തെന്നൊക്കെയാണ് നോക്കിയപ്പോഴാണ് എന്തായത് പെരിയിൽ എന്നാണ്ട് ഇട്ട് നോക്കിയപ്പോൾ പഠിച്ചോ ഇത് ഞാൻ പച്ച കളറാണ് വാങ്ങിയത്, ഇത് നീലയിക്കണമല്ലോ എന്ന് അപ്പോഴാണ് ബോധ്യമായത്. എന്നിട്ട് അത് തിരിച്ചുകൊണ്ടുപോകുമ്പോൾ പറയണത് ഇത് പൈസ തരാൻ പറ്റൂല, നിങ്ങൾ വേറെ സാധനം എടുത്തോളി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആ വർത്താനം പറയുന്നുണ്ടോ അധ്വാനിച്ച ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഹറാമാണ്. അത് നമ്മളെ നാട്ടിലെ എന്താണ് പറയുക ഉപഭോക്തൃ നിയമപ്രകാരവും ഹറാം തന്നെയാണ്. ഉപഭോക്തൃ കോടതിയിൽ പോയി കഴിഞ്ഞാൽ വിവരം അറിയാൻ. ദുനിയാവിലും ഹറാമായി, അപ്പോൾ ഇഹലോകത്തും ഹറാമാണ്, പരലോകത്തും ഹറാമാണ്. അപ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ പറയും ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ കാട്ടുക, ഓല് കൊണ്ടുപോയി 2 ദിവസം ഉപയോഗിച്ചിട്ട് കൊടുന്നാലോ എന്നാണ്. അത് നമുക്ക് പറയാം എന്ത് ഇത് ഇതേപോലെ കവറ് പൊട്ടിക്കാതെ ഈ രൂപത്തിൽ തന്നെ കൊണ്ടുവന്ന് ഞാൻ പൈസ തിരിച്ചു തരും. അതല്ല അതിന് വേറെ എന്തെങ്കിലും രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നണമെങ്കിൽ അതിനനുസരിച്ചുള്ള വാടക കുറച്ചിട്ട് എന്താക്കുള്ളൂ, ആ ഉപയോഗിച്ചതിനുള്ള മനഫായത്ത് എടുത്തതിനുള്ള പൈസ നമ്മൾ എന്താക്കും, ഈടാക്കും. ആ നിലക്കെന്താക്കാവുന്നതാണ്, ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ആ സാധനം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് അതിമേലെ ഡിഫക്റ്റ് കണ്ടത്. അത് അവിടുന്ന് നോക്കിയപ്പോൾ എന്താക്കിയിട്ടില്ലായിരുന്നു, കണ്ടിട്ടില്ലായിരുന്നു. ആ ഡിഫക്റ്റ് കണ്ടു, തിരിച്ചു കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കണം, ഇന്ന ഡിഫക്റ്റ് ഇതിനുണ്ട്, അതുകൊണ്ട് എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞാൽ ആ പൈസ വേഗം തിരിച്ചു കൊടുക്കണം. കാരണം ഇവിടെ കച്ചവടത്തിൽ നടക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു നിബന്ധനകളൊന്നുമില്ല. എനിക്കിഷ്ടപ്പെടാത്ത സാധനങ്ങൾ ആണ് ബാക്കിയൊക്കെ, എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ടേ ഇപ്പം കഥ ഇതാണ്. അപ്പം ഇനി എനിക്ക് എന്താക്കണം, എനിക്കിഷ്ടപ്പെട്ട മുതൽ വേറെടുത്തുനിന്ന് വാങ്ങണം. അപ്പം അതിന് ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു തരണം. അപ്പം ഈ രൂപത്തിൽ എന്താകണം, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതിനൊക്കെ സൗകര്യമുള്ള ഈ പരിപാടി നടത്തിയാൽ മതി. ഇല്ലാത്തൊരു സ്വാഭാവികമാണെന്ത് നമ്മളിതിന് വേണ്ടി എല്ലാ പഠിച്ചവരും എന്താക്കിയിട്ടുള്ളൂ, പഠിച്ചിട്ടുള്ളൂ. അമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇതുപോലെ തന്നെയാണ് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കച്ചവടങ്ങളുടെ കൂട്ടത്തിൽ പെട്ടൊരു കച്ചവടമാണ് അൽ ബൈഅത്താനി ഫിൽ ബൈഅ. ഒരു കച്ചവടത്തിൻ്റെ ഉള്ളിൽ വേറെ കച്ചവടം നടത്തുക. ഇപ്പം ഒരു എന്തുണ്ട്, ഒരു സാധനം ഇപ്പോൾ കടയിലൊരു സാധനം അത് കുറേ കാലമായിട്ട് ഡെഡായി കിടക്കണം, ഇങ്ങപ്പുറത്ത് നല്ല സാധനമുണ്ട്. അപ്പോൾ ഇയാൾ നല്ല സാധനം വാങ്ങാൻ വേണ്ടി വന്നത്, അയാൾക്കത് അത്യാവശ്യമാണെന്ന് ഉറപ്പാണ്. അയാൾ എന്ത് വില എടുത്തിട്ടാണ് ഇതൊക്കെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളെന്താക്കും, ഇതും കൂടി എടുക്കണമെങ്കിൽ ഇത് തരുള്ളൂ എന്നറിയും. ഇതും കൂടി എടുക്കണമെങ്കിൽ ഇത് തരുള്ളൂ എന്നറിയും. അവനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാമത്തെ സാധനം ആവശ്യമുള്ളൂ, ഒന്നാമത്തത് എന്തുള്ളല്ല, അവൻ്റെ ആവശ്യത്തിൽപ്പെട്ടല്ല. ആ രണ്ടാമത്തെ സാധനം എന്തായാലും അയാൾ എടുക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് എന്താക്കും, അതിൻ്റെ കൂടെ ഈ ഒന്നാമത്തും കൂടി എടുക്കണം എന്ന് എന്താക്കുക, നിബന്ധന വെക്കുക. ആ നിബന്ധന വെക്കുന്നതോടുകൂടി എന്താകും, അത് ബാത്തിലാവും. പിന്നെ ആ കച്ചവടം ഹറാമാണ്. അപ്പോൾ ഈ ഭൂമി ഒക്കെ ചിലപ്പോൾ എന്തുണ്ടാവും, ഭൂമിയിലൊരു മൂലയിലൊരു കിണറുണ്ടാവും. അപ്പോൾ ആ കിണറേ അയാൾക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കിണർ വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ പറയും ആ ഏക്കർ ഭൂമി ഒന്നായിട്ട് വാങ്ങണം എന്നാലേ ആ കിണർ തരുള്ളൂ എന്ന് പറയും. അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റ ഭൂമിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അയാൾക്ക് ആകെ വേണ്ടി ഇതെന്താണ്, നമുക്ക് പറ്റില്ലേണ്ടി എന്താണ് ഞങ്ങൾ എന്താക്കണില്ല, എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഞാൻ എന്താക്കണില്ല, കൊടുക്കണില്ല എനിക്ക്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും വെച്ചാൽ ഈ ഭൂമിയിൽ ഇവിടെ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. ആ കിണർ ഇപ്പം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താവും, ആ ഭൂമി അവിടെ വെറുതെ ഒരു പടുനിലമായി കിടക്കും, പിന്നെ അത് കച്ചവടം ചെയ്താൽ പോവില്ല. അങ്ങനത്തെ ഒക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അത് വേറെ ചർച്ചയാണ്. അല്ലാത്ത ഘട്ടത്തിൽ എന്താക്കുക, ഒരു സാധനം വാങ്ങാൻ വരുമ്പോൾ ആ സാധനം വാങ്ങുന്ന ആളോട് മറ്റേ സാധനം കൂടി വാങ്ങണം എന്ന് എന്താക്കുക, അയാൾക്ക് ആവശ്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സാധനം കൂടി. അതാണ് അൽ ബൈഅത്താനി ഫിൽ ബൈഅ എന്ന് പറയാം. ഒരു കച്ചവടത്തിൻ്റെ ഉള്ളിൽ 2 കച്ചവടം നടത്തുക. ഒരു കച്ചവടത്തിൻ്റെ ഉള്ളിൽ 2 കച്ചവടം നടത്തുക.
പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടക്കുന്ന ഒരു ഏർപ്പാടാണ് ലീസിന് കൊടുക്കാന്നാ പറയാം. ലീസുമായിട്ട് അതിനൊരു ബന്ധമില്ല. ഇസ്ലാമിലെ ലീസ് ഉണ്ട്, ഇസ്ലാമിൽ ലീസ് അനുവദിച്ച കാര്യമാണ്. എന്താണ് പാട്ടത്തിന് കൊടുക്കുക എന്നാണ് സംഭവം. പാട്ടത്തിനെടുക്കൽ നമ്മളൊക്കെ നാട്ടിലൊക്കെ പഴയ കാലത്തൊക്കെ ഉണ്ടായിനി. പാടും പറമ്പൊക്കെ എന്താക്കും 2 കൊല്ലത്തിന് 3 കൊല്ലത്തിന് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു സംഖ്യ നിശ്ചയിച്ചേക്കാണ്ട് ഇനി പാട്ടത്തിനെടുക്കും. എന്നിട്ട് അതിൻ്റെ ശേഷം അവിടെ ഉണ്ടാകുന്ന വരുമാനം മുഴുവൻ എന്താക്കുക, ആരാണോ പാട്ടത്തിനെടുത്തത് അയാൾക്ക് ആയിരിക്കും അതിൻ്റെ വരുമാനം ഉണ്ടാകുക. അതായത് ആ ഭൂമി ആ സ്ഥലം ഒരു വാടകയ്ക്ക് എടുക്കുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ് നടത്തം. പക്ഷെ ഇന്ന് ലീസ് എന്ന് ഓമനപ്പേരിട്ടാണ് നടത്തുന്ന ഏർപ്പാട് അതല്ല. അതിപ്പോൾ ഒരാളേക്കൽ ഒരു കാറുണ്ട്, മൂപ്പര് ഗൾഫേരനെ ഇനി, അപ്പോൾ ഗൾഫിക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. മറ്റവനക്ക് ഇപ്പോൾ ഒരു കാറിൻ്റെ ആവശ്യമുണ്ട്, നാട്ടിലൊരുത്തുണ്ടാവും. ഇയാൾക്കാണെങ്കിൽ കുറച്ച് പൈസൻ്റെ ആവശ്യമുണ്ട്. അപ്പം എന്താക്കും, ഇജാ പൈസ ഉണ്ട് എഞ്ചിൻ്റെ കാറായിട്ട് എന്തൊക്കെ പോയിക്കോ, പിന്നെ ഞാൻ വരുമ്പോൾ എന്താക്കിയാൽ മതി, ആ കാറ് തിരിച്ചെന്നാൽ മതി, അപ്പം ഞാൻ ആ പൈസ തിരിച്ചെൻ്റെ അറിയും. ഹറാമാണ്, പറ്റൂല. റിബൽ കർലി എന്നാണ് പണ്ഡിതന്മാർ അതിന് പറഞ്ഞത്. അതായത് പണയവസ്തു ഉപയോഗിക്കാൻ പറ്റൂല, പണയം വെക്കാൻ പറ്റും. ഇതൊരർത്ഥത്തിൽ പണയാണ്. അതായത് പണം നൽകുന്നതിന് പകരമായി എൻ്റെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്ത സാധനമാണെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ആയി കൊടുത്ത സാധനം ഉപയോഗിക്കാൻ പറ്റൂല, അത് പലിശയാണ്. കാരണം എന്താ, കുല്ലു കർലിൻ ജർറ നഫ്അൻ ഫഹുവ റിബ, കുല്ലു കർലിൻ ജർറ നഫ്അൻ ഫഹുവ റിബ എന്നാണ്. കടത്തിന്റെ ഭാഗമായി കൊണ്ടുണ്ടാകുന്ന എല്ലാ ഉപകാരങ്ങളും അത് പലിശയാണ്. ഇത് കടമല്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ പറയാം. അപ്പം അതിന് കടം എന്ത്, ഇസ്ലാം പറഞ്ഞ കടം എന്തെന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു സാധനം കൊടുത്തു, ആ സാധനം അതേമാതിരി തിരിച്ചിട്ടാണെന്നാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ അത് കടാണ്. അത് നിങ്ങൾ എന്ത് പേരിട്ടാലും വേണ്ടില്ല. 10 ഉറുപ്പ്യ എടുത്തിട്ട് ആ 10 ഉറുപ്പ്യ തിരിച്ചറിഞ്ഞെന്ന് നിബന്ധന ഉണ്ടെങ്കിൽ എന്താണ്, അത് കടമാണ്. അപ്പോൾ പറയുമ്പോഴാണ് കുറച്ചോനെ പല ആൾക്കാരും പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് എന്താക്കണം, 1 ലക്ഷം ഉറുപ്പ്യ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണ്, 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിരിക്കണ്, എന്താക്കണം, തിരിച്ചരുമ്പോൾ 10 ലക്ഷമായിട്ട് തന്നെ തരണം, മാസം വേറെയും ലാഭം തരേണ്ടി പലിശയായി. കാരണം മൂലധനത്തിൽ വർധനവുമില്ല, മൂലധനത്തിൽ കുറവുമില്ല. മനസ്സിലായില്ല? അതായത് ഞാൻ ഒരു 10 ഉറുപ്പ്യ ഒരാൾക്ക് കൊടുത്തിക്കണമെങ്കിൽ ആ 10 ഉറുപ്പ്യ എനിക്ക് ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ അപ്പം എന്താണത്, അത് കടാണ്. അപ്പോൾ ഞാൻ 10 ലക്ഷമാണ്, ആ 10 ഉറുപ്പ്യക്ക് 10 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണ്. ആ 10 ലക്ഷം നിങ്ങൾക്ക് എന്താക്കും, എപ്പോൾ വേണമെങ്കിലും തിരിച്ചൊരു 3 മാസം മുമ്പ് പറഞ്ഞാൽ മതി. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം, എന്താ, അത് കടാണ്. അവിടെ നിക്ഷേപിക്കുന്ന മൂലധനത്തിൽ എന്ത് വരുന്നില്ല, വളർച്ചയില്ല. അതേപോലെ തന്നെ അതെന്താണില്ല, അത് അതേമാതിരി തന്നെ കിടക്കണം. അപ്പം അതിൻ്റെ അർത്ഥം അത് കടമാണ്. കാരണം കടം കൊടുത്ത സാധനത്തിൽ എന്തുണ്ടാവില്ല, വർധനവ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ബാങ്കിൽ കൊണ്ടുപോയി പൈസ കൊടുത്തപ്പോൾ അതിന് തിരിച്ചു കൊടുത്തപ്പോൾ കുറച്ച് കൂടിയിരിക്കണം. ആ കൂടിയത് പലിശയാണെന്ന് പറഞ്ഞത്. നമ്മൾ അവിടെ അടയ്ക്കുന്ന സാധനം അതേപോലെ തിരിച്ചിട്ടണം എന്നുള്ളതാണ് നമ്മളെ കണ്ടീഷൻ ബാങ്കിൽ. സംശയമുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രോഫിറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ മൂലധനത്തിലും എന്ത് വരണം, പ്രോഫിറ്റ് വരണം. മൂലധനത്തിൽ എന്താണില്ല, കച്ചവടത്തിൽ പ്രോഫിറ്റ് അല്ലല്ലോ അത്. അങ്ങനെ കച്ചവടത്തിൽ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മളിറക്കിയ നമ്മുടെ മൂലധനത്തിൽ എന്തുണ്ടാകണമായിരുന്നു, വർധനവുണ്ടാകണമായിരുന്നു. ആ വർധനവ് മാസത്തെ എന്തായാലും മറ്റതും അതിനനുസരിച്ച് വർദ്ധിച്ചിട്ടുണ്ടാകണം. അതായത് 100 ഉറുപ്പ്യൻ്റെ ബിസിനസ്സാന്ന് വിചാരിക്കുക, 10 ആൾ കൂടി 35 ഉറുപ്പ്യ എടുത്ത് തുടങ്ങിയതാണ്. അതിപ്പോൾ 10,000-ൻ്റെ ബിസിനസ്സായി മാറിക്കണം. നിങ്ങൾ തിരിച്ചു ചോദിച്ചുമ്പോൾ എത്ര തരിക, പ്രോഫിറ്റ് അല്ല. നിങ്ങൾ തിരിച്ചു ചോദിച്ചുമ്പോൾ എത്ര തരാമെന്നാണ്. നിങ്ങൾ 10 ഉറുപ്പ്യ തരുള്ളൂ, ബാക്കി ആ 10,000-ൽ അപ്പം ഈ ഉണ്ടായ സാധനം ആരുതാ, മോൻ്റെ കൂടിയല്ലേ. അപ്പോൾ എന്താണില്ല, ഷെയർ വാല്യൂ കൂടണില്ല. നമ്മളെ സംബന്ധിച്ച് ഇതിനെക്കാട്ടി നല്ല എന്താണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ടുപോയിട്ടാ പോരെ. ഇതൊന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതാണ് ഇത് മേത്ത് കുടിച്ചുള്ള ഏർപ്പാടാണ്.
വെറുതെ അല്ല പഠിച്ചോൻ പറഞ്ഞു ഫാന്ന ഇസ്തജാബുലഹു, എങ്ങനെ അവനക്ക് ഉത്തരം കൊടുക്കാന്ന ഓൻ തന്നെ ഉണ്ടാക്കണം ഓരോ കെണികള്. പ്രശ്നമാണ്. അവിടെ സുന്ദരാണ്, നമുക്ക് എന്താക്കാം, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മുലാറബ ഉണ്ട്, മുറാബഹ ഉണ്ട്, മുഷാറക്ക ഉണ്ട്, അതേപോലെ തന്നെ ശരിക്കത്തിൽ അനാൻ ഉണ്ട്, ശരിക്കത്തിൽ വുജൂഹ് ഉണ്ട്. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച സാധനങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ട് ഇറങ്ങിയാൽ മതി ഏർപ്പാടിന്. ഇതിൽ എവിടെയാണ് പ്രശ്നം വരുന്നത്, എവിടുന്ന് നിബന്ധന നമ്മൾ ഉണ്ടാക്കേണ്ടതാണല്ലോ, നമ്മളല്ലേ ക്ലൈൻസ്, നമ്മൾ തന്നെയാണ് എന്ത് ഇതിൻ്റെ മുതലാളിമാർ. അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന നിബന്ധനകൾ ഉണ്ടാക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ഇസ്ലാമിക ലോകത്തേക്ക് ചെന്ന് നോക്കിയിനി അവിടെ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ശരിയ അഡ്വൈസറും ഉണ്ടാവും. എവിടെ? അവിടുത്തെ വലിയ വലിയ ബിസിനസ് കമ്പനികളിലൊക്കെ. കാരണം വെച്ചാൽ ഈ ശരിയ അഡ്വൈസറാണ് ഇത് ഹലാലാണ് ഇത് ഹറാമാണ്, നമുക്ക് ഇത് തുടങ്ങാൻ പറ്റില്ല എന്ന് പറയാം. ഇവിടെ നമ്മൾ തന്നെയാണ് അതിൻ്റെ ഒക്കത്തിന് ലീഗലും ശരിയൊക്കെ. നമ്മളൊക്കെയുള്ള ശരീരത്തിലെ ഇൽമത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാം ക്ലാസ്സും കുസ്തിയും മാത്രമാണ്, അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് എന്തില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഈ നിലക്ക് എന്തുണ്ട്, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ എന്താക്കുന്നുണ്ട്, കൊല്ലം സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ വിശ്വാസം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഹൈറിലാണ് പോകേണ്ടതെന്നാണ്. പക്ഷെ എന്താണ്, ഇങ്ങപ്പുറം മൊത്തം പൊളിഞ്ഞ് കിടക്കണം. സൂചി പോകേണ്ട നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷെ ആന കയറി എൻ്റെ എന്താണില്ല, നമ്മൾ കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ആന ചോർന്നു പോകേണ്ട നമ്മൾ കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇടപാടുകളെ കുറിച്ച് നമുക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇതേപോലെ തന്നെ ഇപ്പോൾ പലിശൻ്റെ കൂട്ടത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പലിശൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, എപ്പോഴും കൊടുങ്ങണൊരു കേസാണ്. പെണ്ണുങ്ങളുണ്ടാവും ഈ പൊട്ടിയതും കേടുന്നതൊക്കെ ആയിട്ടുള്ള സ്വർണ്ണെല്ലാം കൂടി കൊണ്ടേക്കാട് നേരിട്ട് അവിടെ കൊണ്ടേ കൊടുക്കും, ജ്വല്ലറി കൊടുത്തേക്കാണ്ട് ഇതൊന്നും തൂക്കിയൊക്കെ കുഞ്ഞോന്ന് അറിയും. അപ്പോൾ തൂക്കിയൊക്കെ ഉണ്ട്, എന്നിട്ട് എന്താക്കും, അതിന് പകരം പുതിയ സ്വർണ്ണം വാങ്ങി വരും. സ്വർണം കൊടുത്ത് സ്വർണം തിരിച്ചു വാങ്ങുകയാണെങ്കിൽ എത്രയാണോ കൊടുത്ത് അത്ര തന്നെ തിരിച്ചു വാങ്ങിക്കൊള്ളാം. എത്രയാണോ കൊടുത്തത് അത്ര തന്നെ തിരിച്ചു വാങ്ങണം. അപ്പോൾ പഴയതൊരു പവൻ കൊടുത്തിട്ട് പുതിയതൊരു പവൻ കിട്ടണില്ലെങ്കിൽ, ഒരു പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാമാണ്. അപ്പോൾ 8 ഗ്രാം കിട്ടൂല, 7 ഗ്രാമേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 1 ഗ്രാം പലിശയാണ്. അവിടെ ഇസ്ലാം പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് വിൽക്കണം, ആ സ്വർണം വിറ്റിട്ട് ക്യാഷ് ആക്കണം, എന്നിട്ട് ആ ക്യാഷ് കൊണ്ട് വാങ്ങിക്കോ, പ്രശ്നമില്ല. അപ്പം ഇതിങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഉറുപ്പ്യ എടുത്ത് 11 വാങ്ങാൻ പറ്റൂലല്ലോ. എന്നാൽ 10 ഉറുപ്പ്യേൻ്റെ പെണ്ണെടുത്തിട്ട് എന്താക്കുക, 11 ഉറുപ്പ്യ വാങ്ങാം, അതിന് ലാഭം എന്നറിയും. 10 ഉറുപ്പ്യ എടുത്ത് 11 വാങ്ങിയതിന് പലിശ എന്നും പറയും. സ്വർണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കൊണ്ട് പണമാണ്. അപ്പോൾ ആ പണം കൊടുത്തിട്ട് വേറെ പണം വാങ്ങുമ്പോൾ എത്രയാണോ കൊടുത്ത് അത്ര തന്നെ വാങ്ങൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്താക്കണം എന്ന് വെച്ചാൽ അത് സ്വർണമെന്ന് പറയുന്ന ആ വസ്തുവിനെ പൈസ കൊണ്ട് വിറ്റ് കച്ചവടം നടത്തിയിട്ട് ആ പൈസ കൊണ്ട് വേറെ സ്വർണം വാങ്ങണം. അപ്പം എത്രയാണോ കിട്ടേണ്ടത് വാങ്ങിയാൽ മതി. ഇതേപോലെ തന്നെയാണ് എന്ത്, നമ്മളൊക്കെ നാട്ടിലെ ഏതെങ്കിലും സാധുക്കളായ പെൺകുട്ടികളെ കല്യാണം നടക്കുമ്പോൾ നമ്മളെ ബന്ധത്തിലുള്ള ഏതെങ്കിലും ജ്വല്ലറിക്ക് വിളിച്ചിട്ട് പറയും, പിന്നെ നമ്മളെ ആളാണ്, നിങ്ങളെന്തായിക്കളേനി ഒരു 3 മാസത്തിനത് കൊടുത്താളി നമുക്ക് ശരിയാക്കാമെന്നറിയും. നമ്മൾ വിചാരിച്ചത് വലിയൊരു എന്ത് ചെയ്തു എന്നാണ്, ഒരു ഉപകാരം ചെയ്തു എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ ചെയ്ത പണി എന്താ വെച്ചാൽ നമ്മൾ പലിശ കച്ചവടത്തിന് കൂട്ടു നിൽക്കുകയാണ്. ഈ സ്വർണ്ണ കച്ചവടത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ റെഡി കാശിനല്ലാത്ത ഏർപ്പാടേ പറ്റൂല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞാണ് യദംബിയതാകണം എന്നാണ്. എൻ്റെ കയ്യിൽ 10 ഉറുപ്പ്യ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് 10 ഉറുപ്പ്യേൻ്റെ സ്വർണം വാങ്ങാൻ ഇസ്ലാം അധികാരം നൽകിയിട്ടുള്ളൂ, 11 ഉറുപ്പ്യേൻ്റെ വാങ്ങാൻ പറ്റില്ല. അവിടെ ആ കാലതാമസം എന്ന് പറയുന്നത് പലിശയാണ്. റിബൻ നസിയ എന്നാണ് അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാലതാമസത്തിലെ പലിശ റിബൻ നസിയ. നമ്മൾ വിചാരിച്ച എന്താ, ഒരു സാധുവിൻ്റെ കല്യാണം ഞാൻ ഒരു ഫോം വിളിച്ചതുകൊണ്ട് എന്തായി, വലിയ പ്രശ്നം ഞാൻ നടന്നു. ആക്കിലുഹു വ മൂക്കിലുഹു ഫകാത്തിബുഹു വ ഷാഹിദഹി ഫിന്നാർ. ഇതാണ് വിഷയം. അപ്പോൾ സ്വർണം കടം വാങ്ങാൻ പറ്റൂലേ? സ്വർണം കടം വാങ്ങാം, പ്രശ്നമൊന്നുമില്ല. എങ്ങനെ വാങ്ങുക? അപ്പോൾ 3 മാസത്തെ കടം എന്ന് പറഞ്ഞാൽ ആ 3 മാസം കഴിഞ്ഞ് ആ സാധനമൊക്കെ അതേമാതിരി തന്നെ കൊണ്ടുപോയി കൊടുക്കുക. ജ്വല്ലറിക്കാരൻ തിരിച്ചു വാങ്ങുമോ? വാങ്ങിയ സാധനമല്ലേ, വാങ്ങിയ എന്ത് സാധനം വാങ്ങി ആ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് പറയുക, കടം എന്ന് പറയാം. മറ്റേ കച്ചവടമാണ്. സാധനത്തിന് പകരം പണമാണ് കൊടുക്കേണ്ടത്. ഈ കച്ചവടമാണ്. കച്ചവടമാണ് എങ്കിൽ സ്വർണം വെള്ളി പോലെയുള്ള വസ്തുക്കൾ കച്ചവടം ചെയ്യുമ്പോൾ 2 നിബന്ധന, യദംബിയതാകണം, മിസ്ലംബി മിസ്ലാകണം എന്നാണ്. അതായത് റൊക്കമാകണം എന്നർത്ഥം ഒന്ന്. അപ്പോൾ ഈ ഏർപ്പാട് അറിയാതെ സ്വർണ്ണ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാണ്ടാണ് പ്രശ്നം. അവന് 3 മാസത്തിന് മറ്റവനെ സഹായിച്ചു എന്നാണ് എന്താവുള്ളൂ, നിയ്യത്തുണ്ടാവുള്ളൂ. ആ 3 മാസം പലിശ ഏർപ്പാടിലുള്ളത്
അറബിൻ്റെ കഥകളൊന്ന് ആലോചിച്ച് നോക്കണേ. അപ്പം എന്താക്കണം, കൗണ്ടർ ഉണ്ടായാൽ മതി, 2 കൗണ്ടർ ഉണ്ടായാൽ മതി. ഒന്ന് പഴയ സ്വർണം വാങ്ങിയിട്ട്, പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ ആരെങ്കിലും സഹായിക്കാനൊന്ന് ബോധ്യമുണ്ട് എന്തായിക്കോട്ടെ, ഓൻ ചെക്ക് ചെയ്ത് കൊടുത്തോട്ടെ ആ സ്വർണത്തിൻ്റെ അത്രയും പൈസ, ആ ചെക്ക് കൊണ്ട് എന്തായിക്കോട്ടെ, മറ്റോ വന്നാണ്ട് വാങ്ങിക്കോട്ടെ. അത് പറയുമ്പോൾ പറയാം അത് പറ്റൂല, നമ്മൾ സ്വർണ്ണം എത്ര വെച്ചാൽ കൊടുക്കുക, കായ് എന്താക്കാൻ പറ്റൂല, കടയിട്ട് കൊടുക്കാൻ പറ്റൂല അറിയാം. അപ്പം എന്തോ അവിടെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാവും ചെയ്യും. ഇതിൽ പെട്ടതാണ് എന്ത്, ഈ സ്വർണ്ണക്കുറികൾ. ഇപ്പോഴത്തെ പൈസക്ക് നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തത് കുറവാണെങ്കിൽ എന്നാണോ നിങ്ങളാ പൈസ അടച്ചു തീരുന്നത് അന്ന് ഇന്നത്തെ വിലക്ക് കിട്ടും. അതല്ല വാങ്ങണം എന്നതാണ് കുറവ് എന്നുണ്ടെങ്കിൽ അന്നത്തിന് കിട്ടും. അപ്പോൾ എന്താണ് ഈ സാധാരണ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളുള്ള വാപ്പാരൊക്കെ എന്താക്കും, പറഞ്ഞ എല്ലാ ജ്വല്ലറിയിലും കൊണ്ടുപോയിക്കാണ്ട് എന്താക്കലുണ്ട്, പൈസ കൊണ്ടുപോയി കൊടുക്കും. എന്തിനാണ്, ഇപ്പോഴത്തെ വിലക്ക് ഇനി 10 കൊല്ലം കഴിഞ്ഞ് വാങ്ങുകയാണെങ്കിൽ ഇപ്പോഴത്തെ വിലക്ക് കിട്ടുന്നതാണ് കണ്ടീഷൻ. അല്ല അന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട് സ്വർണത്തിന് വില കുറവാണെങ്കിൽ അന്നത്തെ വിലക്ക് കിട്ടുമെന്നാണ് പറയേണ്ടത്. പച്ച പലിശയാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ. അത്ര ഗൗരവമില്ല ഏതിന്, ബാങ്കിൽ കിട്ടുന്ന പലിശക്ക്. യഥാർത്ഥം ബാങ്കിലെ പലിശ വാങ്ങാന്നുള്ളവർക്ക് പറഞ്ഞതല്ല. രണ്ടും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ബാങ്കിലെ പലിശ ഗൗരവം കുറച്ചും കൂടി കുറയും. ഈ പറഞ്ഞ പലിശയാണ് കുറച്ചുകൂടി കൂടുക. ഇത് റിബൻ നസീഅ ആണ്. ഇസ്ലാമിക ലോകത്ത് ഒരാൾക്കും തർക്കമില്ല. എന്നാൽ റിബൽ ഫളിലിൽ പലിശ വരുമോ വരൂല എന്നുള്ള വിഷയത്തിൽ എന്തുണ്ട്, പണ്ഡിതന്മാർക്ക് ഇടയിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. ആ അഭിപ്രായ ഭിന്നത പണ്ട് കെ മൗലവി റഹിമുള്ള എഴുതി, റിസാലത്തുൻ ഫിൽ ബങ്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനൊരു അറബി മലയാളത്തിലൊരു കിതാബുണ്ട്. ആ റിസാലത്തുൻ ഫിൽ ബങ്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൊടുങ്ങല്ലൂർ അന്ന് ഇസ്ലാമിക ബാങ്ക് തുടങ്ങി. അന്ന് ഇവിടുത്തെ മൂല്യന്മാരെല്ലാവരും കൂടി അതിനതിൽ ഒച്ചപ്പാടുണ്ടാക്കി ഹീലത്തുൽ റിബയാണ് എന്ന് പറഞ്ഞാണ്ട് എന്താക്കി, ആ ഏർപ്പാടാണ് പൊളിച്ച് കൈക്ക് കൊടുത്തു. ബഅദ ഖളാഇല്ലാഹി വ ഖദരി. അത് നിലനിന്നിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങൾക്കൊരു വലിയ ഇസ്സത്തുണ്ടാകുമായിരുന്നു. അല്ല അദ്ദേഹം അതിലുള്ള കുറേ ഇളവുകൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ നിലവിലെ പലിശ സമ്പ്രദായത്തിൽ നിന്ന് ജനങ്ങളെ കഴിച്ചിലാക്കാനും ഉള്ളിക്ക് കുറച്ച് താരതമ്യേന അപകടം കുറഞ്ഞതിനെ മുമ്പ് വെച്ചേക്കാണ്ട് ബാക്കിയുള്ളവരെ കഴിച്ചിലാക്കാൻ വേണ്ടി നോക്കിയപ്പോത്തിന് അത് കെ മൗലവിയാണ് മുമ്പോട്ട് വെച്ചത് എന്നുള്ളതുകൊണ്ട് മാത്രം എന്തായി, അതിനെ എതിർക്കാൻ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ കുറച്ച് രാഷ്ട്രീയം അതിൻ്റെ അടിയിൽ കൂടെ വന്നതുകൊണ്ട് ഈ മൊയ്ത് മൗലവി അടക്കം എന്താക്കി, അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. കാരണം മൊയ്ത് മൗലവി കോൺഗ്രസ്സുകാരനും കെ മൗലവി ലീഗുകാരനും അതിന് അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം കൂടി എൻ്റെ അടിയിലുണ്ടായിന്. ഞാൻ ആ ചരിത്രത്തേക്ക് പോകണില്ല. നല്ല രസമാണ്, ആ കിതാബ് വായിച്ചു നോക്കണം. അറബി മലയാളത്തിലാണ്. ഇന്നും ആ സാധനം കിട്ടാനുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാത്ത കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് മേഖലയിലാണ് കച്ചവടം നടത്തേണ്ടത് എന്താക്കണം, നമ്മൾ പഠിക്കണം. അത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ വലിയ ദുരന്തത്തിൽ പോയിപ്പെടും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു ലോകത്ത് നടക്കുന്ന എല്ലാ ക്രയവിക്രയങ്ങളെയും കൂടി നമുക്ക് വേണമെങ്കിൽ ഒരു 3 രൂപത്തിലേക്ക് വേർതിരിക്കാം. ആ 3 പറയാണ്. നമ്മളെപ്പോഴും ആലോചിച്ചാൽ മതി. അതിൻ്റെ വേറെ കുറേ ടേംസിലേക്കും മറ്റേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാനൊരു സാധനം ഒരാൾക്ക് കൊടുക്കുന്നു, ആ കൊടുക്കുന്നതോടുകൂടി ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇതാണല്ലോ ഒന്നടക്കേണ്ടത്. അതിലാണ് ഏത് വരിക, സമ്മാനം കൊടുക്കൽ, സ്വതക്ക കൊടുക്കൽ, സക്കാത്ത് കൊടുക്കൽ ഒക്കെ ഇതിലെ വരിക. ഞാൻ കൊടുക്കുന്നു, ആ കൊടുക്കുന്നതുകൊണ്ട് അള്ളാൻ്റെ എന്നുള്ള കൂലി അല്ലാതെ വേറൊന്നും ഞാൻ എന്താക്കണില്ല, അതുകൊണ്ട് ആഗ്രഹിക്കണില്ല. രണ്ടാമത്തെ, ഞാനൊരു സാധനം കൊടുക്കുന്നു, അതിന് പകരമായിക്കൊണ്ട് മറ്റൊരു സാധനം തിരിച്ചു വാങ്ങുന്നു എങ്കിൽ അതെന്താണ്, കച്ചവടത്തിലാണ് അത് വരിക. മൂന്നാമത്തെ, ഞാൻ കൊടുക്കുന്ന സാധനം അതെനിക്ക് ഇതേമാതിരി തന്നെ എന്താക്കണം, തിരിച്ച് കിട്ടണമെന്നുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ തിരിച്ചു തരുമെന്ന് എന്താക്കിയിട്ടുണ്ട്, കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏതാണ്, കടവുമാണ്. ആ കൊടുത്ത സാധനത്തിൽ ഒരു വർധനവുമില്ല കുറവില്ല, തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടെങ്കിൽ അതൊക്കെ എന്താണ്, കടവുമാണ്. അപ്പോൾ കടമാണോ എന്നാൽ പിന്നെ അതിൻ്റെ മേലെ എന്താക്കാൻ വലിയൊരു കണ്ടീഷൻ പറയാൻ പാടില്ല. മനസ്സിലായോ? അതേ സമയത്ത് ഞാൻ കടം വാങ്ങി സാധനമായിട്ട് ഞാൻ വലിയൊരു കച്ചവടമൊക്കെ നടത്തി, എനിക്ക് വലിയ ലാഭം ഉണ്ടായി. ഞാൻ എന്താക്കി, പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഒരാൾക്ക് 10 ലക്ഷം റുപ്യ വാങ്ങി തിരിച്ചു കൊടുത്തപ്പോൾ എനിക്ക് 20 ലക്ഷം റുപ്യ എടുത്തു. അപ്പോൾ ഇതെന്താ 10 എന്ന് ചോദിച്ചു. അത് ഞാൻ കച്ചവടം ചെയ്തപ്പോൾ കിട്ടിയൊരു ലാഭമാണ്, ആ ഒരു ഷെയർ നിങ്ങൾക്ക് തന്നാറിന്, അത് സ്വതക്കായിട്ട് പരിഗണിക്കുക, നമുക്ക് വാങ്ങാം, പ്രശ്നമില്ല. പിറ്റത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും ചെന്നപ്പോൾ ബാങ്ക് എടുത്തു തരികയാണ്. എന്തേ കാരണം, അടുത്ത 10 ലക്ഷം കിട്ടുന്നു. ആ നിയ്യത്ത് ഉണ്ടെങ്കിൽ അത് പലിശയായി, അത് പറ്റില്ല.
അപ്പോൾ നമുക്ക് ഒരാളൊരു സഹായം ചെയ്തെന്നുകൂടി തിരിച്ചു കൊടുക്കുമ്പോൾ ഏറെ തിരിച്ചു കൊടുക്കുക, കണ്ടീഷനൊന്നും ഇല്ലാതെ എന്താക്കുക, തിരിച്ചു കൊടുക്കുക. നബി ഒരാളൊക്കെ ഒരു ഒട്ടകത്തെ കടം വാങ്ങി തിരിച്ചു കൊടുത്തപ്പോൾ 2 എണ്ണത്തിന് തിരിച്ചു കൊടുത്തു. പ്രശ്നമില്ല. 2 എണ്ണം വേണമെന്ന് പറഞ്ഞാലാണ് പ്രശ്നം. 2 എണ്ണം തരും എന്ന് പറഞ്ഞാൽ അതിന് തന്നെ വാങ്ങാൻ പറ്റൂല, 2 എണ്ണം തരണം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റൂല. കൊണ്ടുപോയി അപ്പോൾ സ്വാഭാവികമാണ് തിരിച്ചു വരണം. തിരിച്ചു വന്നപ്പോൾ എന്തായി, എന്നുണ്ടായ ലാഭടക്കം എന്താക്കി കൊടുത്തപ്പോൾ വാങ്ങി, പ്രശ്നമൊന്നുമില്ല. അത് പലിശ വാങ്ങിക്കണമെന്ന് എന്താക്കണ്ട, ആ നിലക്ക് കാണേണ്ട ആവശ്യമില്ല. അത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ തഅമ്മുലിൽ പെട്ടതാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താക്കാണ്ട്, ഇത് കുറഞ്ഞൊരു സമയം കൊണ്ട് അത് റമദാനുമാണ്. അപ്പോൾ എന്താ പറയുക, ഒന്നിങ്ങനെ അത് പറഞ്ഞു പോയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാനസികമായും ശാരീരികമായും ഒക്കെ ഇപ്പോൾ ഫിത്ർ സക്കാത്തിൻ്റെ അത് കൊടുത്തതോടുകൂടി എല്ലാം നിലക്കൊന്നായി നിൽക്കുകയാണ്, ഒക്കെ ക്ലിയറായി നിൽക്കുകയാണ്. ഇനി ഇതും കൂടിയാണ് ക്ലിയറാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ എന്താവും, ക്ലിയറാവും. വിശദമായി കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായി ബന്ധപ്പെട്ട അതിൻ്റെ ഷെയർ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കർമ്മശാസ്ത്രം നമുക്ക് വേറെ തന്നെ പഠിക്കണം. നമുക്ക് എന്താക്കുക, കോഴ്സായിട്ട് തന്നെ വേണമെങ്കിൽ തുടങ്ങുകയൊക്കെ ചെയ്യാം. ഒന്നിപ്പോൾ ഒരു വലിയ വിഷയമുള്ള സംഭവമല്ല. അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കച്ചവടം നടത്തുന്ന ആൾക്കാർ അവനാൻ നടത്തുന്ന കച്ചവടത്തിലെ ഡീലിങ്സുകളൊക്കെ എന്താക്കണം, അത് ആ വിഷയം അറിയുന്ന ആളുകളുമായി ഒന്ന് കൂടിയിരുന്ന് ഇതൊക്കെ ഓക്കെ തന്നെയാണല്ലേ, നമ്മളെ വരിക്കേണ്ടതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലേ എന്ന് എന്താക്കണം, ഉറപ്പ് വരുത്തണം എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്വന്തം ബുദ്ധി വെച്ച് കാണാൻ ഇങ്ങനെ തുടങ്ങിപ്പോയതേ കാലം, പക്ഷെ അത് ട്രാക്ക് തെറ്റിപ്പോയത് നമ്മളെന്തായിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ എന്താണ് പറയുക, അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് അതായത് മൂപ്പര് ഒരു ഡ്രൈവറാണ്. അപ്പോൾ മൂപ്പര് ഡ്രൈവറാണ്. അപ്പോൾ മൂപ്പരോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്കിവിടെ ഒരു കാത്തിപ്പള്ളി പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ വരെ പോകാൻ എത്ര ഉറുപ്പ്യാണെന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ എനിക്കറിയില്ല, അങ്ങാടിയിൽ വന്നിറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ തന്നാളി പറഞ്ഞു. ആ ഓട്ടം ഹറാമാണ്, പറ്റൂല. ആ ഓട്ടം ഹറാമാണ്, എന്താ വെച്ചാൽ തന്നാളി മേലുള്ള ഓട്ടമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയപ്പോൾ എന്താക്കി ഒരു 5 ഉറുപ്പ്യ കൊടുത്ത്, 5 ഉറുപ്പ്യ എടുത്ത് ഇത് ഒക്കില്ല, ഞങ്ങളെന്നൊരു 5 ഉറുപ്പ്യ കൂടി തരികയായിരുന്നു. എന്താ വെച്ചാൽ തന്നാളി എന്നാ കണ്ടീഷൻ പറഞ്ഞത്. അപ്പോൾ എന്താ കൊടുത്തപ്പോൾ എന്തായി, ആ കണ്ടീഷൻ തെറ്റിച്ച് പറ്റൂല. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇവിടുന്ന് അങ്ങോട്ട് ഓടാൻ എത്ര ഉണ്ട്, ഞാൻ ഓടണമെങ്കിൽ 20 ഉറുപ്പ്യ തരണം, ചിലപ്പോൾ 10 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. ഞാൻ ഓടണമെന്നുണ്ടെങ്കിൽ 20 ഉറുപ്പ്യ തരണം. അത് മൂപ്പർക്ക് വേണമെങ്കിൽ പറയാം, പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ കയറിയാൽ മതി. അടുത്ത ഓട്ടോറിക്ഷ നമ്മൾ ചോദിച്ചു എത്ര പോവും, 10 ഒന്ന്, നമ്മളത് വിളിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ തന്നോളൂ എന്ന് പറയേണ്ടത് ആരോടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നാടിനെക്കുറിച്ചും ആ ദൂരത്തെക്കുറിച്ചും കൃത്യമായിട്ട് അറിവുള്ള ആൾക്കാരോട്. ആ നമ്മളെ മുന്നിൽ കണക്കറിയേണ്ട ആവശ്യമുണ്ടെന്ന് വേണമെങ്കിൽ എന്താക്കുക, ചോദിക്കുക. അയാൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ. ഇല്ലാത്തവനോട് എന്താക്കാൻ പറ്റില്ല, ആ പരിപാടിയെ പറ്റില്ല, ഉള്ളത് മാതിരി പറയാം. നമ്മളമ്മിൽ എന്നുള്ള ആ വർത്താനമില്ല, ഇത് എല്ലാവരും നമ്മൾ തന്നെ ഉള്ളതാണ്. ഉള്ളത് എന്താക്കണം, ഉള്ളത് മാതിരി പറഞ്ഞ് ആ നിബന്ധനയിലാണ് മുന്നോട്ട് പോകേണ്ടത്. മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കിട്ടുക എന്നുള്ളത് തന്നെയാണ് എന്താ വെച്ചാൽ തന്നാളിൻ്റെ ഉദ്ദേശം. മറ്റേ 10 ഉറുപ്പ്യ പറഞ്ഞാൽ 10 കിട്ടുള്ളൂ, 20 എന്നാ എന്താവും, എന്നാൽ ശരിയായി കിട്ടാന്ന് പറയും ചെയ്യുക. ഇതൊന്നും പറ്റൂല. ചിലപ്പോൾ നമ്മൾ എന്താക്കുമെന്ന് വെച്ചാൽ, ആ കാക്കാനെ പറ്റിച്ചു എന്നൊരു മനസ്സിലിങ്ങനെ തോന്നുമ്പോൾ പഠിച്ചോ നമ്മൾ അതിനെക്കാട്ടി മേലെ എന്താക്കുന്നുണ്ട്, അവിടെ സ്റ്റിക്കറാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങേപ്പുറത്ത് നമ്മുടെ ഇബാദത്തും കൂടി എന്താവുള്ളൂ, കൃത്യമായി മുന്നോട്ട് പോവുള്ളൂ. അതിൽ പണ്ഡിതന്മാർ എത്ര വരെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു സ്ഥാപനത്തിൽ നിന്നൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ, എങ്ങനെ ഒരാൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി വേറെ ആരെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ആ സമ്മാനം ആ സ്ഥാപനത്തിന് കൊടുക്കണം എന്നാണ്. അല്ലെങ്കിൽ ആ സമ്മാനം പലിശയായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. കാരണം അയാൾക്കത് കിട്ടാനുള്ള കാരണം അയാൾ അവിടെ ജോലി ചെയ്തു എന്നുള്ളതാണ്. അവിടെ ജോലി ചെയ്യണതിന് അയാൾക്ക് എന്തുണ്ട്, ആദ്യം പറഞ്ഞിട്ടുണ്ടാക്കി എന്തുണ്ട്, ഒരു കരാറ് പ്രകാരം അയാൾക്ക് കൃത്യമായി ശമ്പളമുണ്ട്. അത് ആ സെയിൽസ്മാൻമാർക്ക് ഗിഫ്റ്റ് കമ്പനിക്കാർ കൊടുക്കേണ്ടി എന്താക്കണം, ആർക്ക് കൊടുക്കണം, അത് ആ ഷോപ്പിൻ്റെ ഓണർക്ക് കൊടുക്കണം. എന്നിട്ട് ആ ഷോപ്പിൻ്റെ ഓണർ എടുത്തോ എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് അത് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള എന്തുണ്ട്. ഇല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാണ് വേറെ കുറേ ദുരന്തങ്ങളുണ്ട്. ഇതിലാണ് നമ്മൾ ഇപ്പോൾ കണ്ടാവും, ഈ സ്കൂളിലൊക്കെ ഉണ്ടാവും, കൊല്ലാവസാനം വരുമ്പോൾ ടീച്ചർമാർക്കും ഉസ്താദുമാർക്കൊക്കെ കൊണ്ടേക്കാണ്ട് തുണിയും കുപ്പായും വാങ്ങി കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, അതൊക്കെ ഇതിൽ പെടും.
പറ്റൂല. മതപരമായിക്കൊണ്ട് അതിനൊരു അടിസ്ഥാനമില്ല എന്ന് മാത്രമല്ല അത് ഹറാമാവും ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് കൊടുക്കണമെങ്കിൽ ആ സ്കൂളിൽ നിന്ന് കൊടുത്താളി ഒരു പ്രശ്നമില്ല. ആ പഠിപ്പിക്കണ എന്താണ് പറയുക, നമ്മളെ മക്കൾ ആ സ്ഥാപനം ഉണ്ടായതുകൊണ്ട് അവിടുന്ന് പഠിച്ച് നന്നായി ഉഷാറായി വന്ന് നമുക്ക് എന്താക്കാം, എന്താ ആ സ്ഥാപനത്തിന് നമ്മളെ വക എല്ലാ രക്ഷിതാക്കളും കൂടിക്കാണ്ട് ഒരു ഗിഫ്റ്റ് എടുത്തു, ഒരു പ്രശ്നമില്ല. അവിടെ പഠിപ്പിച്ചവൻ കൊടുത്തിട്ട് എന്താ കാര്യം, ഓനൊക്കെ അവിടുന്ന് രാജിച്ച് പോകുമ്പോഴേ. ഇപ്പം KERൻ്റെ അഥവാ ഈ നമ്മളെ കേരളത്തിലെ എഡ്യൂക്കേഷൻ പോളിസികളൊക്കെ എഴുതിച്ചിട്ടുള്ള അതിൻ്റെ KERൻ്റെ നിയമത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 5 റുപ്യേൻ്റെ താഴെ വരെയുള്ള സമ്മാനങ്ങൾ അധ്യാപകർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓൽക്ക് എടുക്കുക, അതിൻ്റെ മേലെ കിട്ടിയത് സ്കൂളിന് കൊടുക്കണം എന്നാണ് നിയമം. KERലുള്ള അതൊക്കെ ഒപ്പിട്ടക്കാണ്ട് കയറിക്കാണ്ടാണ് എന്താക്കേണ്ടത് 1000-ൻ്റെയും 2000-ൻ്റെയും. ഇത് ഏതെങ്കിലും കുട്ടി കൊടുത്തിട്ടില്ലെങ്കിലോ ആ കുട്ടിൻ്റെയും രക്ഷിതാക്കളോട് എന്താക്കാണ് ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന അധ്യാപകരെ കാണാം. തിന്നേണ്ടത് പലിശയാണെന്നാണ് മനസ്സിലാക്കിയാൽ മതി. ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കല്ലെന്ന് വിചാരിച്ചു. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല എന്നറിയോ, ഗിഫ്റ്റിന് പ്രത്യേകിച്ച് നിബന്ധന ഉണ്ടാവില്ല. ഇത് പിന്നെ പഠിപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ് കൊടുക്കാനുള്ള കാരണം. പഠിപ്പിച്ചു എന്നുള്ളതിന് ആണ് കൊടുക്കേണ്ടത്, അതിന് ശമ്പളം കിട്ടിയിട്ടുണ്ട്, ഇനി അതിൻ്റെ മേലെ ഒന്നും വാങ്ങാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് വയ്ക്കാൻ രോഗിക്ക് സാധനം എഴുതി കൊടുക്കണതിന് സമ്മാനം കൊടുക്കുന്ന ആൾക്കാരില്ല. അതുകൊണ്ട് എന്താ ഉണ്ടാകേണ്ടത്, ഗുണനിലവാരമുള്ള മരുന്നുകൾ വിൽപ്പന നടത്തുന്നതിന് പകരം എന്തോ ഓൻ്റെ സമ്മാനം കിട്ടണം മരുന്ന് അതാ അത് മാത്രമേ എഴുതി കൊടുക്കുള്ളൂ. അതേമാതിരി തന്നെയാണ് വായുതോടെ ജബ്ബാറൊക്കെ ചോദിച്ചിട്ടുണ്ട്. പണ്ട് ബസ്സിലൊക്കെ എന്തുണ്ട് പോകുമ്പോൾ പറയും 25 പൈസ പിന്നെ തരട്ടാന്നറിയും. അത് പിന്നെ കണക്കാണ്. ആ തിന്നെ തരട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കടാണ്, കബർന്ന് വന്ന് പോക്കും. തെരുവുചട്ട അറിഞ്ഞാൽ മതി. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊക്കെ ചെയ്യണ ഓരോ കച്ചവടവുമായി ബന്ധപ്പെട്ട് എന്താക്കേണ്ടതുണ്ട്, നന്നായി പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കണം. നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ മാറും, പ്രശ്നമൊന്നുമില്ല. ഇതൊന്നും അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എപ്പോഴും എന്താക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.